അതാണ് സുഖം എന്നാ കരുതിയിട്ടുള്ളത്. അതാണ് മായ. ഭഗവാന്റെ യഥാർത്ഥ സുഖം മറഞ്ഞിരിക്കുന്നു, ദുഃഖത്തെ സുഖമായി കരുതുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ദുഃഖം തന്നെ, സംശയമൊന്നുമില്ലത്. ചീത്തപ്പേരായി എന്തൊക്കെ വിഷയം പ്രാരാബ്ധങ്ങൾ വരും, അവസാനം കൊലപാതകത്തിൽ വരെ എത്തും. അപ്പോ സുഖം എന്ന് നമ്മൾ കരുതുന്നത് യഥാർത്ഥത്തിൽ ദുഃഖമാണ്. അപ്പൊ യഥാർത്ഥ മോക്ഷം അല്ലെങ്കിൽ ബ്രഹ്മലയനം എന്ന് പറയുന്ന എന്താണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അതെന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. മറ്റതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പല രൂപത്തിൽ, അതുകൊണ്ട് നമുക്കതിനോട് ആഗ്രഹമുണ്ട്. പക്ഷെ മോക്ഷം കിട്ടിയ ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. ഇനി ജീവൻ മുക്തനായ ഒരാൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായ ഒരാളെ നമ്മൾ കണ്ടാലിട്ടോ മനസ്സിലാവൂല, അറിയൂല. അയാളൊരു പ്രാകൃതൻ നടക്കുന്നത് കണ്ടില്ലേ? എനിക്ക് അറിയാവുന്നൊരു തിരുമേനി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെ കൊടി കഴിഞ്ഞൊരു തോർത്തുമുണ്ട് എടുത്തിട്ട് എവിടെ വേണമെങ്കിലും നടക്കുള്ളൂ. മേലാകെ ഭസ്മക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ തൊഴുതിട്ട് നടക്കുന്ന സമയത്ത് പിറുപിറുത്തും കൊണ്ട് നടക്കുന്നത്. ഒരാളെ കണ്ടു കഴിഞ്ഞെങ്കിൽ നരരൂപായ വൈഷ്ണവേ നമഃ, മൃഗത്തെ കണ്ടു കഴിഞ്ഞ് മൃഗരൂപായ വൈഷ്ണവേ നമഃ, വൃക്ഷത്തെ കണ്ടു കഴിഞ്ഞ് വൃക്ഷരൂപായ വൈഷ്ണവേ നമഃ, ശിരരൂപായ വൈഷ്ണവേ നമഃ, സഖരൂപായ വൈഷ്ണവേ നമഃ, നാരീരൂപായ വൈഷ്ണവേ നമഃ. എന്തിനും വിഷ്ണുവായി കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇയാളെ ഭ്രാന്തൻ എല്ലാവരും വിളിച്ചിരുന്നത്. പക്ഷെ ഞാൻ മാത്രം ശ്രദ്ധിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എല്ലാറ്റിലും വിഷ്ണുവിനെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. എന്നോട് മാത്രമേ അദ്ദേഹത്തിന് ലോഗ്യമുള്ളൂ, ഇഷ്ടമുള്ളൂ. കാരണം ഞാൻ മാത്രം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാരണം ആ പറഞ്ഞതിൽ കാര്യമുണ്ട്, നമുക്ക് പഠിക്കാം. എല്ലാറ്റിനെയും വിഷ്ണുവായിട്ട് കാണും. അദ്ദേഹം പറഞ്ഞു, മനസ്സിൽ പറഞ്ഞാൽ പോരാ, ഉറക്കെ പറയണം. പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ അതങ്ങ് ഉറക്കണം. ഒക്കെ വിഷ്ണു എന്നാൽ തെറ്റ് ചെയ്യില്ല. ശരിയല്ലേ? പറഞ്ഞങ്ങ് ഉറക്കുക. നമ്മൾ പഠിക്കുന്ന മാതിരി പറഞ്ഞങ്ങ് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ കണ്ടാലും അത് വിഷ്ണുവായിട്ടേ തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാറ്റിലും ഉള്ളില് ദേഷ്യം, ഒരാൾ പറയുന്ന ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ആത്മാവ് എന്താണ്? വിഷ്ണു തന്നെയാണ്, അല്ലെങ്കിൽ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ ശിവനാണ്. ആരായാലും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ ഒന്ന് തന്നെ, 3 ഭാവമുണ്ടെന്നേ ഉള്ളൂ എന്ന് കരുതി കഴിഞ്ഞാൽ ദേഷ്യം കുറയ്ക്കാം. 1. പിന്നെ കാണേണ്ടതേ കാണാവൂ, കേൾക്കേണ്ടതേ കേൾക്കാവൂ. ഒരു കടയിൽ ചെന്ന പോലെയാണ്, ധാരാളം സാധനങ്ങളുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ മാതിരി പല കാര്യങ്ങളും നമ്മൾ കേൾക്കും. കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, കാണേണ്ടത് മാത്രം കാണുക. എന്നാൽ ഒരു പ്രശ്നമില്ല. എല്ലാം കേൾക്കാൻ നിന്നാലാണ്. ഈ ഒരു നോവലുണ്ട്, കുറ്റാന്വേഷണ നോവൽ, സർ ആർതർ കോനൻ ഡോയലിൻ്റെ ഷെർലോക്ക് ഹോംസ് എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. അതിൽ ഈ ഷെർലോക്ക് ഹോംസിൻ്റെ റൂമിൽ താമസിക്കുന്ന ഡോക്ടറുണ്ട്, വാട്സൺ. ഡോക്ടർ ചോദിക്കും, ആകർഷണശക്തി ആരാ കണ്ടുപിടിച്ചതെന്ന്. ഷെർലോക്ക് ഹോംസ് എനിക്കറിയില്ല. സർ ഐസക് ന്യൂട്ടനാണ് കണ്ടുപിടിച്ചതെന്ന് അറിയില്ലേ? അപ്പൊ ഷെർലോക്ക് ഹോംസ് ഒരു മറുപടി പറയുന്നുണ്ട്, ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ട് എന്നുള്ള വിവരം മതി, എൻ്റെ ജോലി കുറ്റാന്വേഷണമാണ്. അതിപ്പോൾ താങ്കളാണ് കണ്ടുപിടിച്ചതെന്നാലും അത് എന്നെ ബാധിക്കില്ല. ഭൂമിയുടെ ആകർഷണ ശക്തി കണ്ടുപിടിച്ച് ഡോക്ടർ വാട്സൺ ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, എൻ്റെ തൊഴിലിനെയും ബാധിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യം ഞാൻ തലയിലേറ്റി നടക്കാറില്ല. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്കൂളുകളിലെ ഇപ്പോൾ പല വിഷയങ്ങളും പഠിപ്പിക്കും അല്ലേ, പല ഭാഷകളും പഠിപ്പിക്കും. എന്ത് ഭാഷ നമുക്ക് ഉപയോഗം ഉണ്ടായിട്ടുള്ളത്? എന്താ ഉപയോഗം? എന്താ ഉള്ളത്? ഇവിടുത്തെ ഭാരതീയ ഭാഷകളാണെങ്കിൽ തന്നെ ഹിന്ദി പഠിച്ച കുറച്ചെങ്കിലും പുറത്തു പോയ ഉപയോഗം ഉണ്ടാവും. അതേമാതിരി ഇപ്പോൾ അറബി പഠിച്ചു തരിക, ഇതിപ്പോൾ ഒരു വിഭാഗീയത പറയല്ല. എത്രയോ ആൾക്കാരുണ്ട് മറ്റു ജോലി, കണ്ടക്ടറാ ഒരാൾ, അയാൾക്കെന്താ അറബി പഠിച്ചിട്ട് കാര്യം? ഒരു കാര്യം പഠിച്ചില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആവശ്യം തന്നെ, പക്ഷെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ തൊഴിലെന്ത്? ആവശ്യമില്ല. അതാണ് ഇയാൾ പറഞ്ഞത്, ഷെർലോക്ക് ഹോംസ് പറഞ്ഞ, ആവശ്യമില്ലാത്ത കാര്യം തലയിൽ ചുമന്ന് നടക്കാറില്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദിവസം 90% ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പെട്രോളിന് വില കൂടി അതിനിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വിചാരിച്ച വല്ലതും നടക്കുമോ? ഇല്ല. പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്?
നമ്മൾ വിചാരിച്ചിട്ട് വല്ല ഫലവും കണ്ടെത്താൻ കഴിയുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ പോരെ. നമ്മളെ നിയന്ത്രണത്തിലല്ല. പച്ചക്കറിക്ക് വില കൂടി എന്ത് ചെയ്യും? എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ട ആൾക്കാരുണ്ട്, അവർ ചെയ്യട്ടെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങാം, ഇല്ലെങ്കിലോ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാം. ചമ്മന്തി അരച്ചാൽ മതി, കഞ്ഞി തേങ്ങ വീട്ടിലുണ്ടെങ്കിൽ 2 ദിവസം അങ്ങനെ കഴിഞ്ഞ് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലാതെ നിവൃത്തിയില്ല. നമ്മൾ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം അതാ നിപ്പ വന്നപ്പോഴൊക്കെ മാസ്ക് ധരിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ? ധരിക്കണം എന്ന് പറഞ്ഞാൽ ധരിക്കുക. പിന്നെ എന്താ ചെയ്യുക? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. നമുക്കും എല്ലാം ചെയ്യാൻ നിവൃത്തില്ല, ഒന്നും ചെയ്യാൻ നിവൃത്തില്ല. ഈ കൊറോണ കാലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും വന്നു. ഭാര്യയും മകനും ആസ്പത്രിയിൽ അഡ്മിറ്റായി. മൂത്ത മോനും ഞാൻ ആ വീട്ടിൽ. എനിക്ക് ബാധിച്ചിട്ടില്ല. എന്നാൽ പ്രായത്തിൽ നോക്കാച്ചാൽ എനിക്കാണ് ബാധിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ശിഷ്യകളിൽ 3 ഡോക്ടർമാരെ പഠിപ്പിക്കുന്നത്. അതിലൊരു വസുമതി ഡോക്ടറുണ്ട്, ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ വിളിക്കും, അല്ല എന്താ ഇപ്പോൾ വേണ്ടത്? ഞാൻ മാഷക്ക് വല്ല അസ്വസ്ഥയും തോന്നുന്നുണ്ട്. എനിക്ക് ഒരു അസ്വസ്ഥയും തോന്നുന്നില്ല, ജലദോഷത്തും ഇല്ല. പിന്നെ എന്തിനാ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പറയും. അപ്പം ഞാൻ പറയാം, അത് കഴിയുന്നവരെ ഞാൻ പോയിട്ടില്ല, ഞാൻ ടെസ്റ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടുമില്ല. വന്നോ പോയോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വീട്ടിൽ അടങ്ങി ഒരുങ്ങിയിരിക്കുകയാണ്. ഭക്ഷണം വീട്ടിൽ സ്വന്തം പാകം ചെയ്തുണ്ടാക്കുന്നതാണ്, വേറെ ഒന്നുമില്ല. അപ്പം അതിൻ്റെ ഇടയിൽ വന്നോ 14 ദിവസം പിന്നെ ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് 1 മാസം 2 മാസം വീട്ടിൽ തന്നെയല്ലേ. ആകെ ഈ യൂട്യൂബിലൂടെ പിന്നെ ക്ലാസ് മാത്രമല്ലേ, അതിനിപ്പോൾ അടുത്തിരുന്നിട്ടൊന്നുമല്ലോ കാണുക. എവിടെയോ ഇരിക്കുന്ന ആളാണ്, ഗൾഫിലൊക്കെ ഇരിക്കുന്ന ആളും സംസാരിക്കുമ്പോൾ എന്ത് ബാധിക്കാനാണ്? അത്രയേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ദുഃഖിക്കേണ്ടത്. ഓ, ഞാനത് ചെയ്തില്ലല്ലോ. സാധിക്കാത്ത കാര്യം വിട്ടുകളയാ, ഒരു പ്രശ്നമില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് 90% നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് തലയിലേറ്റി നടക്കുന്നത്. ഫേസ്ബുക്ക് നോക്കിയ മനുഷ്യനെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പറയും ഇന്ത്യ ഒരു മതരാഷ്ട്രമാകാൻ പോകുന്നു, ഭാരതീയ സംസ്കാരം നശിച്ചു പോകും. എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്ത് വന്നാലും നമ്മൾ സഹിച്ചാലേ പറ്റും. ഇവിടെ അതൊക്കെ നോക്കാൻ ആളില്ലേ, ഗവൺമെന്റ് ഇല്ലേ? സംഭവിക്കേണ്ടതേ സംഭവിക്കൂ. ഇനിയിപ്പോൾ ഒരാൾ ചെയ്യണം, എനിക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിലേ എനിക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആസ്പത്രിയിൽ വെച്ചൊരു ഒരുത്തനെ കണ്ടു. അവന് ഈറ്റ വെട്ടി പരമ്പുണ്ടാക്കുക, ഇതാ ജോലി. ആന 3 കുത്തു കുത്തിയതറേ, ഒന്നും പറ്റിയില്ല. ആന 3 കുത്തു കുത്തണം ശരിക്ക്. ആദ്യം വന്നു, ഒരു കുത്തു കുത്തി, അവൻ ഉരുണ്ട് വീണു. 2ാമത്തെ കുത്ത് 2 കൊമ്പ്, വലിയ കൊമ്പ് ആനയുടെ നടുവിലായി പോയി. 3ാമത് കുത്തിയപ്പോഴേക്കും ആനയുടെ കൊമ്പ് ഒരു മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങി. അങ്ങനെ ഉരുണ്ട് രക്ഷപ്പെട്ടു. പിന്നെ മാനസികമായിട്ട് ഭയം കൊണ്ട് ആസ്പത്രിയിൽ വന്നതാണ്. ഒരു കുഴപ്പം പറ്റിയില്ല. എന്തേ? ആന കുത്തിയിട്ട് ആനയ്ക്ക് 3 കുത്തു കുത്തണോ? മരിക്കാനാണെന്നും വേണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ ഒരു സുഹൃത്ത് പറയും, എന്തിനാ ആന കുത്തുന്നത്? ആനയൊരു കത്തയച്ചാൽ പോരെ, മരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പണ്ട് ജയറാം പറഞ്ഞൊരു തമാശ മാതിരി, കത്തയച്ചാൽ പോരെ ഒരുത്തൻ ചോദിക്കുക. അപ്പം അതാണ് അവസ്ഥ ആനയുടെ. അപ്പൊ ഇയാൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പഠിക്കുന്ന കാലത്ത് ഈ വെള്ളിയാഴ്ച ദിവസം സിനിമ ഇറങ്ങണം. കുട്ടികളൊക്കെ സെക്കൻഡ് ഷോന് പോകും. പോയി വന്നു കഴിഞ്ഞാൽ ഈ കട്ട മാതിരി ഒരു കോസറിയുണ്ട്. അന്നൊക്കെ 10 രൂപ എന്തോ കൊടുത്താൽ കിട്ടും. ആ മടിക്ക് ബാഗിൽ വെച്ച് കൊണ്ടുപോകാം. ഇത് നൂർത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ പായയിടും, അതിൻ്റെ മുകളിൽ ഇതെടുക്കും. മുകളിൽ ഒരു കുട്ടികളെ നിരന്ന് കിടക്കല്ലേ. അപ്പം കാലോണ്ടാണ് തട്ടി നൂർത്തി ഒറ്റ വീഴ്ച അതിൻ്റെ മുകളിലേക്ക്. ഇതാ കിടന്നുറങ്ങണം. ശനിയാഴ്ച ദിവസം രാവിലെയാണ് തിരുമ്പിക്കുളി എന്ന് പറഞ്ഞ സാധനം. ഇതൊക്കെ ഒന്ന് പുതപ്പൊക്കെ എടുത്ത് തിരുമ്പുക. അങ്ങനെ കോസറിങ്ങട് മടക്കി പായൊക്കെ വെയിലത്ര നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കണം. നല്ലൊരു സാധനം, 1-ാം മൂർഖം പാമ്പ്. ഇതിൻ്റെ ഇടയിൽ പിന്നെ അവിടുന്ന് എങ്ങനെ താഴ്ത്തെത്തിയും ചോദിച്ചാൽ ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ടായതുകൊണ്ട് താഴ്ത്തെത്തി, അല്ലാതെ വേറൊന്നും പറയാല്ല. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ചുറ്റുവടന്ന് വന്ന് അതിനെ തെളിക്കുന്നു. അന്ന് 80-ലാണത്, 79-ലാണ്. ആലോചിച്ച് നോക്കൂ. അത് അവിടെ എവിടെയെങ്കിലും പരിസരത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി കിടക്കില്ല, സുഖമായിട്ട് അതിൻ്റെ മുകളിൽ. പിന്നെ പിറ്റേ ദിവസം മുതൽ കുട്ടികളും പ്രിൻസിപ്പളടക്കം ഭഗവാൻ വരുന്നുണ്ടെന്നാണ് പറയാ. ഞാൻ വരുമ്പോൾ കളിയാക്കിക്കൊണ്ട് അനന്തശയനാണല്ലോ, പാമ്പിൻ്റെ മുകളിലല്ലേ കിടന്നത്.
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാർ എന്നുള്ള പേരിൽ 2 കുട്ടികളും ഉണ്ട് അവിടെ വേറെ കോളേജിൽ. അപ്പോഴാണ് ആ കൃഷ്ണകുമാറിനെ വിളിക്കുക. ഏത് കൃഷ്ണകുമാർ? ഭഗവാൻ. ഐഡന്റിറ്റി ആയിപ്പോയി. കാരണം അതിൻ്റെ മുകളിലല്ലേ കിടക്കണത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. യോഗമില്ല. യോഗം ഉണ്ടെങ്കിൽ അന്നേ നിർണ്ണയായിരുന്നു. കാരണം ആദ്യത്തെ വീഴ്ചയെ തന്നെ അതിനൊരു പരിക്ക് പറ്റി കാണും. അതാണ് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ആ ഒറ്റ വീഴ്ച തന്നെ ഇരിക്കേ. 12 മണി 1 മണി സമയത്തല്ലേ സെക്കൻഡ് ഷോ സിനിമയും കണ്ടു വന്നു കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം. ഇന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ മാത്രമേ അനുഭവിക്കൂ. അതിനങ്ങ് വിശ്വസിക്കുക. അപ്പൊ ഭയം ഇല്ലാതെയാണ്. ഈ ഭയം അല്ലെങ്കിൽ ധൈര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ധൈര്യം എന്നുള്ള എന്താ അർത്ഥം എന്നറിയാം. ഇപ്പൊ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോകുന്നു, അവന് ഭയമില്ല. എന്തുകൊണ്ട്? അവനെല്ലാം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഭയമില്ല. ഭയമുണ്ട്. എന്ത്? ചില ഭാഗങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ, ചില ഭാഗങ്ങൾ നോക്കിയില്ല. അവിടുന്ന് വരൂ, വന്നാൽ എന്ത് ചെയ്യും? ഇതാണ് ഭയത്തിൻ്റെ കാരണം. അപ്പൊ ഭയം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് ഒരു അർത്ഥം വരുന്നത്. അല്ല, എന്താണ് ധൈര്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നൊരു അർത്ഥത്തിലേക്ക് അവിടെ എത്തി. ജ്ഞാനം ഉണ്ടായത് കൊണ്ടാണ് ധൈര്യം ഉണ്ടാകുന്നത്. എനിക്ക് അവനെ കീഴ്പ്പെടുത്താൻ കഴിയും ഒരു മത്സരത്തിൽ എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവന് ധൈര്യം തന്നെയാണ്. പക്ഷേ കീഴ്പ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് സംശയം വന്നാൽ അവന് പരാജയമാണ്. ഇത്രയുള്ള സംഭവം. അപ്പൊ അറിവുകൾ നേടുക. അപ്പോൾ അതിനാ കുട്ടികളോട് പഠിക്കണം എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ധൈര്യ, പരീക്ഷയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എന്ത് വന്നാലും ഞാൻ മറുപടി കൊടുക്കും എന്നാണെങ്കിൽ അവന് പിന്നെന്തിനാണ്? പ്രശ്നമൊന്നുമില്ല. അതിന് ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് ഞാൻ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് 10ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുക, കണക്ക് പരീക്ഷ നടക്കുന്ന സമയത്ത് ഞാനൊരു മുറിയിൽ അവിടെ നിൽക്കുന്ന, എൻ്റെ ജോലി ആ മുറിയിലാണ്. 10:30 വരെയാണ് സമയം. 10:30 കഴിഞ്ഞാൽ കുട്ടികളെ പിന്നെ കയറ്റില്ല. എന്നാലും 10:30 കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും മുറിയിൽ കൊണ്ടെടുത്ത് എഴുതിക്കുക ചെയ്യും. കുട്ടികളുടെ ഭാവി കളയുണ്ടാവും വിചാരിച്ചിട്ട് അധ്യാപകന്മാർ അങ്ങനെയൊന്നും കർശനമായി നോക്കാറില്ല. പക്ഷെ ഇതൊന്നും കുട്ടികൾക്കറിയില്ലല്ലോ. ഒരു 10:30 ഒരു 10:28 29 ആയപ്പോഴേക്ക് 3 കുട്ടികൾ ഓടി വരുന്നു. 2 ആൺകുട്ടിയും ഒരു പെൺകുട്ടി ഓടി വരുന്നു. ആകെ അതിൽ 2 പേര്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കരഞ്ഞാകെ ബഹളം വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, കരയൊന്നും വേണ്ട, സമാധാനത്തോട് വരും. വേറൊരു യുദ്ധമുണ്ട്, അവന് യാതൊരു കൂസലുമില്ല. ഇവര് വന്ന ഉടനെ തന്നെ ചോദ്യപേപ്പർ കെട്ടി എഴുതാൻ തുടങ്ങി. മറ്റവൻ അങ്ങനെയല്ല, സമാധാനമായിട്ട് വന്ന് ഇരുന്ന് ആദ്യം ചോദ്യപേപ്പറൊക്കെ ഒന്ന് നോക്കി ഒരു 10 മിനിറ്റ് അതിന് ചിലവാക്കി പതുക്കെ ഇരുന്ന് എഴുതി തീർത്തു സമാധാനമായിട്ട്. 12:05 വരെ. ഒരു 4 ആയപ്പോഴേക്കും അവൻ പേപ്പർ തുന്നി കെട്ടിക്കൊണ്ടു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, നീ നിന്റെ റിസൾട്ട് വന്നാൽ എന്നെ ഒന്ന് വിളിക്കട്ടെന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു. എന്തിനാ? ആവശ്യമുണ്ട്, നീ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ പോയി. ഞാൻ ആ കാര്യം വിട്ടു. റിസൾട്ടൊക്കെ ഒന്ന് കുറേ സമയം കണ്ട് ഇപ്പം വിളിക്കുന്നു. ആരാന്ന് ചോദിച്ചു. സർ, ഞാൻ അഭിനന്ദാണ്. അഭിനന്ദ്. ആ, മാഷിനോട് വിളിക്കണം എന്ന് പറഞ്ഞു. ഓ, അപ്പം എനിക്ക് മനസ്സിലായി. എന്തായി റിസൾട്ട്? എല്ലാറ്റിലും A+ ഉണ്ട് സർ. അച്ഛനൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓ ശരി, അച്ഛനോട്. അപ്പം അച്ഛൻ എന്താ മാഷ് ഇവൻ്റെ നമ്പർ മാത്രമായിട്ട് ചോദിച്ചത്? അതിന് കാരണമുണ്ട്, ഇതാണ് കാരണം. അപ്പം അവൻ വളരെ സമാധാനത്തോടു കൂടിയിട്ട് യാതൊന്നും പരിഭ്രമിക്കാതെ എഴുതിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്തോ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പം അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവനോട് നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞു. കാരണം അവന് യാതൊരു വിഷമവും ഉണ്ടായില്ല, പരിഭ്രമവും ഉണ്ടായില്ല. എല്ലാം സാവധാനം, വളരെ സാവധാനം വന്ന് പിന്നെ പേപ്പറൊക്കെ നോക്കി കുറേ നേരം അതിൽ നോക്കിയിരുന്ന് എന്നിട്ട് പതുക്കെ ഉത്തരം എഴുതി. എഴുതുമ്പോൾ ഒക്കെ സ്പീഡിലുണ്ട്. ഓരോന്നും ആലോചിച്ച് വൃത്തിയായിട്ട് എഴുതി തന്നു. എല്ലാവരിലും A+ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ധൈര്യം എന്ന് പറഞ്ഞ ജ്ഞാനം. ആ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഭയം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ചാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ ഒരു സാധനമില്ല. ഭൂതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 2 എണ്ണമാണ്. ഒന്ന് കഴിഞ്ഞു പോയത്, ഭൂതകാലം. മറ്റൊന്ന് പഞ്ചഭൂതങ്ങൾ. അതുണ്ടോ? അതുണ്ട്. പ്രേതം, മൃതശരീരത്തിനെയാ പറയുന്നത്. അതുണ്ടോ? അതുണ്ട്. പിശാച്, മാംസം ഭക്ഷിക്കുന്നവനെയാണ് പിശാച് എന്ന് പറയുന്നത്. അതില്ലേ? അതുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഭൂതവും പ്രേതവും പിശാചും ഉണ്ട്. പക്ഷേ
നമ്മൾ ഇന്ന് ധരിക്കുന്ന വിധത്തിലില്ല. പ്രേതബാധ അതെങ്ങനെ ബാധിക്കുക? അത് ബാധിക്കുകയും ചെയ്യില്ല. അങ്ങനെയൊന്നും സാധനമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു ചിത്രകേതുവാഖ്യാനം ഇന്നലെ പറഞ്ഞു, ഓർമ്മയില്ല. ചിത്രകേതു എന്ന് പറയുന്ന രാജാവിന് 3 ഭാര്യമാര്, അതില് മക്കളില്ല. ആ സമയത്താണ് ഒരു ദിവസം അങ്കിരസ് മഹർഷി കൊട്ടാരത്തിലേക്ക് വരുന്നത്. ഉടനെ രാജാവ്, അയ്യോ മഹർഷി, എനിക്ക് മക്കളൊന്നുമില്ല, എന്തെങ്കിലും ഒരു പ്രതിവിധി തരണം. രാജാവ് പറഞ്ഞതല്ലേ. ഉടനെ കുറച്ച് ഔഷധം കൊടുത്തു, കുറച്ച് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്തിനു പറയുന്നു, ആദ്യത്തെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു. ഈ രാജാവ് സദാസമയത്തും ആദ്യത്തെ ഭാര്യയുടെ അടുത്തും ഈ കുട്ടിയുടെ അടുത്തുക. മറ്റുള്ള 2 ഭാര്യമാർക്ക് കണി കാണാൻ കിട്ടുന്നില്ല. അവരെന്ത് ചെയ്തു, ആരും അറിയാതെ കുട്ടിയെ വിഷം കൊടുത്താണ് കൊന്നു. കുട്ടി മരിച്ചു. രാജാവ് ദുഃഖിച്ച്. രാജാവ് അറിഞ്ഞില്ല വിഷം കൊടുത്താണ്. വിഷം കൊടുത്താൽ രണ്ടിനെയും ശരിയാക്കും, പക്ഷേ അറിഞ്ഞില്ല. അന്ന് കുട്ടിയെ എടുക്കുന്നു. അതിപ്പോൾ അവർക്കും മക്കളില്ലല്ലോ, കുട്ടിയെ എടുക്കുക പ്രശ്നമല്ലല്ലോ. ദുഃഖിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും നാരദ മഹർഷിയും അങ്കിരസ് മഹർഷിയും കൂടി കൊട്ടാരത്തിലേക്ക് വന്നു. നാരദ മഹർഷി പറഞ്ഞു, മഹാരാജാവേ, അങ്ങയ്ക്ക് ഈ ജന്മത്തിൽ മക്കൾ ഉണ്ടാവാനുള്ള യോഗമില്ല. അങ്ങക്ക് ജ്ഞാനോപദേശം തരുവാൻ വേണ്ടിയിട്ടാണ് അങ്കിരസ് മഹർഷി വന്നത്. പക്ഷേ അദ്ദേഹത്തെ ഒന്നും പറയാൻ സമ്മതിക്കാതെ അങ്ങയുടെ ആവശ്യം പറഞ്ഞു. പിന്നെ രാജാവിനെ ബഹുമാനിക്കണമല്ലോ, രാജാജ്ഞയെ. അതിനനുസരിച്ചാണ് ചെയ്തത്. എന്ത് പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ദുഃഖത്തിന് സമാധാനം. അവസാനം പോയ ആത്മാവിനെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഉടനെ ആയതുകൊണ്ടാണ് പറ്റിയേട്ടോ, പിന്നെ അല്ലെങ്കിൽ പറ്റില്ല. എന്നിട്ട് നാരദ മഹർഷി ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും ദുഃഖിക്കുന്നത് കണ്ടില്ലേ? ഉടനെ ആ ശരീരത്തിൽ നിന്നൊരു മറുപടിയാണ്, ഏത് ജന്മത്തിൽ അച്ഛനമ്മമാരാണ് ഇവർ? എനിക്ക് അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഏത് ജന്മത്തിൽ അച്ഛനമ്മമാരാണ്? ഇവരെ ഞാൻ സന്തോഷിപ്പിക്കുകയാണെന്ന് വെച്ചാൽ അവരെയും ഞാൻ സന്തോഷിപ്പിക്കണ്ടേ എന്ന് പറയലും വീണ്ടും ശരീരം വിട്ടു പോവുകയും ചെയ്തു. ഈ കഥ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ശരീരവുമായിട്ടോ ഈ ശരീരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചോ പോയ ആത്മാവിനെ മറന്നു. പിന്നെ വിജ്ഞാന ദശയിലെത്തുകയാണ്. എനിക്ക് അനേകം മനുഷ്യൻ ജന്മം എടുക്കുന്നു, അങ്ങനെ ഞാനും എടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള വിവരങ്ങളല്ലാതെ ഈ ബന്ധം വിട്ടു. ബന്ധം ശരീരവുമായിട്ട് അത് വിട്ടു. അപ്പോഴാണ് രാജാവിന് കുറച്ച് സമാധാനമായത്. പോയി കഴിഞ്ഞാൽ അത് നമ്മൾക്കാണ്. അച്ഛൻ മരിച്ചു, പിന്നെ പോയ ആത്മാവിന് ഇത് മക്കളാണെന്നോ ഭാര്യയാണെന്നോ എന്നൊരു ചിന്ത, അത് പോയി. അടുത്ത അവസരം പോയി എന്ന് പറഞ്ഞാൽ നയിക്കപ്പെട്ടു. അന്വേഷിച്ച് കണ്ടുപിടിക്കുകയല്ല, നയിക്കപ്പെട്ടു, അങ്ങോട്ട് എത്തിപ്പെട്ടു. സാഹചര്യം അടുത്ത ജന്മത്തിലേക്ക് എത്തിപ്പെടുന്നു. ഇതാണ് പറയുന്നത്. ഇത് അന്ധവിശ്വാസമാണെന്ന് ചിലർ പറയുന്നവർ പറയട്ടെ. ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരികാര്യാർത്ഥേ നത്തും സൂചിതുമർഹസി. ജനിച്ചാൽ അവന് മരണമുണ്ട്, മരിച്ചാൽ അവന് ജനനമുണ്ട്. ഇത് തുടർച്ചയായി പോകുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് അർജുന, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയൊരു ജന്മം ഇല്ലാതെ അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാം. എങ്ങനെ? കർമ്മശുദ്ധി. കർമ്മയോഗത്തിൽ കർമ്മശുദ്ധി, നിഷ്കാമകർമ്മം ചെയ്യുക. എന്താ ഈ നിഷ്കാമകർമ്മം? സകാമകർമ്മം. എന്തെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ്. ഈ ഉദ്ദേശം തന്നെ ലക്ഷ്യമല്ല കേട്ടോ. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ജയിക്കണം എന്ന ഉദ്ദേശം, അത് ലക്ഷ്യമാണ്. അതിനെല്ലാം കാമം എന്ന് പറയുന്നത്. നിഷ്കാമം. ഉദാഹരണത്തിന് നമ്മളെ മക്കളെയൊക്കെ വളർത്ത് നന്നാക്കി, എത്ര രൂപ കൊടുത്തിട്ടാണ് ഇവയൊക്കെ പഠിപ്പിച്ച് നന്നാക്കിയത്, പിന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണ്ടേ എന്ന് ചിന്തിക്കുന്ന കാമം. ആ ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പിതൃധർമ്മമാണ്. നിങ്ങളുടെ ധർമ്മം എന്താ? മക്കളെ നോക്കുക, അവരെ പഠിപ്പിക്കുക, അവരുടെ വാസനയ്ക്കനുസരിച്ച് ഉയർന്ന നിലയിൽ എത്തിക്കുക. കഴിഞ്ഞു. നിങ്ങൾ നല്ല രീതിയിലാണ് പോയതെങ്കിൽ അവർ തീർച്ചയായിട്ടും വീട് നല്ലതായിട്ട് തിരിച്ചു തരും. അച്ഛനമ്മമാരെ നോക്കും. അല്ല, നിങ്ങൾ ഏത് സമയത്തും ദ്രോഹിച്ചും ഒക്കെയാണ് വിചാരിച്ചാൽ ഈ മകനെ ഓർമ്മിക്കാനൊന്നും ഉണ്ടാവില്ല. ഏത് സമയത്തും വഴക്ക് പറയുക, ഏത് സമയത്തും കുറ്റപ്പെടുത്തുക. ഇങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഓർക്കാൻ എന്തെങ്കിലും മധുര സ്മരണകൾ വേണ്ടേ അച്ഛനിൽ നിന്ന്? അപ്പോൾ തിരിച്ച് അങ്ങനെയായിരിക്കും. അപ്പം അതുകൊണ്ട് സ്നേഹം വേണം. ശാസിക്കേണ്ടിടത്ത് ശാസിക്കുന്ന പോലെ വേണ്ടി വരും. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. നിന്റെ ധർമ്മം എന്തോ അതാണ് നീ അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവന്റെ ധർമ്മമല്ല. മറ്റുള്ളവന്റെ ധർമ്മം ശ്രേഷ്ഠമായിരിക്കാം,
പക്ഷേ നിന്റെ ധർമ്മമാണ് നിനക്ക് ചേരുന്നത്. എല്ലാവരും അതിന് ദുർവാഖ്യാനം ചെയ്യുന്നു. നീ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ എന്നും കൂലിപ്പണിക്കാരനായിട്ടിരുന്നാൽ മതിയോ? അതല്ല അതിനർത്ഥം. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. അച്ഛനമ്മമാർക്ക് അറിയാമല്ലോ മക്കളുടെ അവസ്ഥ എന്താണെന്നല്ലേ? സംശയിക്കേണ്ട ആവശ്യം, അറിയണം. ഇപ്പോൾ എൻ്റെ മകൻ കോട്ടയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ATM കാർഡ് അവന് കൊടുത്തു. 1.5 ലക്ഷം രൂപയുണ്ട്, കൊടുത്തു. നിനക്ക് ആവശ്യം ഇങ്ങനെ അയക്കാൻ നിൽക്കണ്ടല്ലോ, എടുത്തോട്ട്. അപ്പം ഇതറിഞ്ഞ സുഹൃത്തുക്കൾക്ക് എന്നോട് പറയും, എന്താ മാഷേ നിങ്ങൾ ചെയ്യുന്നത്? ആ കുട്ടികളുടെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തോന്നിയ വഴിക്ക് പോവില്ലേ? അവർ മദ്യപാനികളാകില്ലേ? വേറെന്തെങ്കിലും ചെയ്യില്ലേ? അനാവശ്യം കഴിക്കില്ലേ? ഞാൻ പറഞ്ഞു, അത് എൻ്റെ മകനല്ലേ. എൻ്റെ മകനെ എനിക്കറിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഞാനൊരു അച്ഛനാകുന്നത് അല്ലേ? അങ്ങനെ നിങ്ങൾ പറഞ്ഞ് വിധിച്ച് അങ്ങനെ വരട്ടെ. എൻ്റെ ദൗത്യം ഞാൻ ചെയ്തു. ദിവസം വിളിക്കുക, അച്ഛാ എനിക്കൊരു 28 റുപ്യ ആവശ്യമുണ്ട്. നീ എടുത്തോ, അതിനല്ലേ തന്നെ 28 മാത്രമേ ഉള്ളത്, 30 പരിപാടിയില്ല. 95 റുപ്യ വേണമെങ്കിൽ അപ്പം വിളിക്കും, അച്ഛാ ഞാൻ 95 റുപ്യ എടുക്കട്ടെ. എടുത്തോ, അതിനല്ലേ ഈ സാധനം തന്നിരിക്കണേ. 95, അത് 100 എടുക്കുന്ന പരിപാടിയില്ല. എന്നിട്ട് ഒക്കെ എഴുതി വയ്ക്കും. 3 വർഷത്തെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ ആകെ 60,000 റുപ്യയുടെ ചിലവായിരുന്നു. 1.5 ലക്ഷം രൂപ അവിടെ ഉണ്ട്, ബാക്കി ചിലവായിട്ടില്ല. കൊണ്ടത് കാണിച്ചു. ഞാൻ പറഞ്ഞു, ജോലി കിട്ടുന്നവരെ നീ അത് കയ്യിൽ വെച്ചോ. ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്തുകൊണ്ട്? എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ചെയ്യൂ എന്നുള്ളത്. അവനറിയാം വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ. അതാണ് എൻ്റെ ധർമ്മം. പക്ഷെ ഈ സുഹൃത്തുക്കൾ കേട്ടിട്ട് പറയുന്നത് കേട്ടിട്ട് ശരിയാണല്ലോ, ഞാൻ വഴി തിരപ്പഴിച്ച് പോയാലോ എന്ന് കരുതി ഞാൻ ആ ATM കാർഡ് വാങ്ങിച്ച് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എന്താ ഇപ്പം അച്ഛൻ ഇങ്ങനെ ചെയ്തത്, ഇവരെൻ്റെ അടുത്ത് നിന്ന് മാറി അല്ലേ? അപ്പൊ അത് നമുക്ക് ദോഷത്തെ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ഉണ്മ എന്തോ, എൻ്റെ ധർമ്മം എന്തോ, അതാണ് നിനക്ക് ശ്രേഷ്ഠം. കാരണം എൻ്റെ കുട്ടിയെക്കുറിച്ച് എനിക്കല്ലേ അറിയുള്ളൂ, വേറെ ആൾക്കറിയില്ലല്ലോ. ജനിച്ച മുതൽ ഈ പ്രായം വരെ നമ്മൾ നോക്കി കുട്ടിയുടെ സ്വഭാവം ഏത് തലയ്ക്കാണ് എന്ന് നമുക്കറിയില്ലേ? അറിയാമെങ്കിൽ അത് വേറെ ആൾക്കറിയില്ലല്ലോ. അവരുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇതങ്ങനെയില്ല, ചോദിച്ചിട്ടേ എടുക്കൂ. അത് 2 മക്കളും അങ്ങനെ തന്നെ. എത്ര റുപ്യ വേണം ചോദിക്കും, കൊടുക്കും. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇവിടെ മറ്റുള്ളവരുടെ ഉപദേശം കേട്ടുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്തായിരിക്കും സ്ഥിതി? അച്ഛനും മകനും തമ്മിൽ ബന്ധം തന്നെ മാറി. കാരണം ഇതേവരെ അച്ഛൻ ATMന്റെ കയ്യിൽ തന്നിരുന്നു, ഇപ്പൊ എന്ത് പറ്റി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതകൾ ഏറെയാണ് അല്ലേ? അതുണ്ടായില്ല. കാരണം ഞാൻ അനങ്ങാൻ പോയില്ല. കാരണം നമുക്കറിയാമല്ലോ. അതേസമയത്ത് അപകടം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയും. അപകടം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചേ പറ്റും. അപ്പോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരം കാര്യങ്ങളില് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ, ഇത് തന്നെയാണ് ചിന്മയാനന്ദജി എന്നോട് പറഞ്ഞത്. നിന്റെ ബുദ്ധി ഞാൻ കണ്ടപ്പോൾ, എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു, കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, നിന്റെ ബുദ്ധി ആർക്കും പണയം വയ്ക്കരുത്, മറ്റാളുടെ ബുദ്ധി നീ കടമെടുക്കുവരുത്. ഇതന്നെയാണ് ഭഗവാൻ പറഞ്ഞതിന്റെ വേറൊരു വേർഷനാണിത്. നിന്റെ ധർമ്മമാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം കേമം, അല്ലാതെ മറ്റുള്ളവരുടെ ധർമ്മമല്ല. ആ ധർമ്മം അവിടെ നിൽക്കട്ടെ, അത് അവരുടെ. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഇത് തന്നെയാണ്. കാരണം നിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. അപ്പൊ പിന്നെ ഇതിനെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത്, നിനക്ക് അതിനനുസരിച്ച് ചെയ്താൽ പോരെ, ഇതാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇന്ന് അതിനെ ദുർവാഖ്യാനം ചെയ്യുന്നു. നിന്റെ കർമ്മം നിനക്ക് ശ്രേഷ്ഠം. അപ്പൊ ഒരു തോട്ടിപ്പണിക്കാരൻ ആ കർമ്മം തന്നെ ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഞാൻ ചോദിക്കാം. അതല്ല പറഞ്ഞിട്ടുള്ളത്. മാനസിക തലത്തിൽ ശാരീരികമായ കാര്യങ്ങളല്ല ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നും. അതുകൊണ്ടാണ് ശ്രേഷ്ഠമായിട്ട്. അതുകൊണ്ട് തന്നെ അത് മഹാജ്ഞാനികൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വിദേശിയായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റൈൻ ഗീത പഠിച്ചതുകൊണ്ട് എനിക്ക് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയെന്ന് വേറെ പഠിക്കേണ്ടി വന്നിട്ടില്ല. വിദേശ പണ്ഡിതന്മാർ പലരും ഗീതയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിലെ, ഇംഗ്ലണ്ടിലെ, വേണ്ട വിദേശ രാജ്യങ്ങളിലൊക്കെ ഗീത പഠന വിഷയമാക്കുന്നു. എന്തിനധികം സൗദി അറേബ്യയിൽ പോലും രാമായണവും മഹാഭാരതവും പാഠ്യവിഷയമാക്കി. മഹാഭാരതം പഠിപ്പിക്കുമ്പോൾ ഗീത പഠിപ്പിക്കണമല്ലോ. അത് കാരണം വേറെയാണ്. കാരണം എന്നും എണ്ണ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ടൂറിസം പ്രോത്സാഹിപ്പിക്കണം. പല വിധത്തിൽ ആൾക്കാർ വരും. അപ്പോൾ ലോകത്തിലൊരു സൗഹൃദം എല്ലാവരും ഒന്ന് എന്ന രൂപത്തിൽ കണ്ടാൽ മാത്രമേ നടക്കൂ. ഇതൊക്കെയാണ് അതിൻ്റെ. എന്നാലും അവിടെ അത് നടന്നല്ലോ. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുഭവിച്ചു. അതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. സിനിമ തുടങ്ങി അവിടെ. ഇതുവരെ സിനിമ ഉണ്ടായിരുന്നില്ല. അതൊക്കെ തുടങ്ങി. എന്തിന്? ബാറടക്കം തുടങ്ങിയതാ പറയുന്നത് കേൾക്കുന്നത്. ഇനി നുണയാണോ നേരാണോ അറിയില്ല.
അപ്പം അവിടെയൊക്കെ ഈ മാറുണ്ടായത് പുരോഗതി എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ആധുനിക ലോകത്തെ അംഗീകരിക്കാൻ അവര് പോലും തയ്യാറാകുന്നു. ആയിരിക്കെ നമ്മൾ ഈ യക്ഷിയുടെയും പ്രേതത്തിന്റെയും ഭൂതത്തിന്റെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ഒരു ആത്മാവ് ഒരിക്കലും പേടിപ്പിക്കാനോ ഒന്നും വരില്ല. എന്താ അത് വരാൻ കാരണം അറിയോ? നമുക്ക് മാനസിക രോഗങ്ങൾ, ഭ്രാന്ത് 3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, തലയ്ക്ക് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ സംഭവിക്കാം. 2, ഭയം മൂലം. 3, മാനസിക സംഘർഷം മൂലം, കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം. ഇങ്ങനെ 3 തരത്തിലാണ് ഈ രോഗങ്ങൾ ഉണ്ടാവുക. തലയ്ക്ക് അടിയേറ്റതിന് ഒരു രക്ഷയില്ല, അതിന് ഡോക്ടറെ കാണുക തന്നെ വേണം. മാനസിക സംഘർഷത്തിന് കാണണം. പക്ഷെ ഭയം കൊണ്ടുണ്ടാകുന്നത് ചിലപ്പോൾ ചില മന്ത്രവാദങ്ങൾക്കൊക്കെ മാറി എന്ന് വരാം. കാരണം ഭയമാണ്. ആ ഭയം ഇല്ലാതായാൽ മതി. ആ ഭയത്തെ ഇല്ല, അതാണ് ഈ ചരട് കെട്ടലൊക്കെ ലക്ഷണം. അതാണ് ഭയത്തെ ഇല്ലാതാക്കുക. ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ചരട് കെട്ടി നീ പോയിക്കോ, ഒന്നും സംഭവിക്കില്ല, അവന് ഉഷാറായി. അതായത് ഭയത്തെ ഇല്ലാതാക്കുക എന്നുള്ളതിന് പണ്ടുണ്ടായിരുന്ന തന്ത്രം മാത്രമാണത്. അപ്പം അങ്ങനെയുള്ള തന്ത്രത്തിൻ്റെ, അതുകൊണ്ടാണ് ചോറ്റാനിക്കരയിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതൊക്കെ ഇങ്ങനത്തെ രോഗങ്ങളെ മാറുള്ളൂ. ഏത്? ഭയം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാറും. തലയ്ക്ക് ക്ഷതമേറ്റ ഭ്രാന്ത് ഒരിക്കലും അതുകൊണ്ട് മാറില്ല. അത് ഡോക്ടറെ കാണുക തന്നെ വേണം. അത് വന്ന് വേറെ അവസ്ഥയിലാണ്. മാനസിക സംഘർഷം. ഈ മാനസിക സംഘർഷം മൂലം വരുന്ന മനോരോഗങ്ങൾക്ക് എന്ത് ചെയ്യണം? മനഃശാസ്ത്ര വിദഗ്ധരെ കാണണം, മരുന്ന് കഴിക്കല്ല, അവരുടെ ഉപദേശം. കാരണം ഉപദേശം മനഃശാസ്ത്ര വിദഗ്ധർക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഉപദേശം. എന്താണ് നിങ്ങളുടെ വിഷമം? അവിടെയാണ് ആധ്യാത്മികതയുടെ പ്രസക്തി. എന്തിന് വിഷമിക്കുന്നു? നിങ്ങൾ ഇന്ന് എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ മുൻ ജന്മകർമ്മ ഫലമാണ്, നല്ലതായാലും ചീത്തയായാലും. അതിന് പാകത്തിലുള്ള ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മക്കളായിരിക്കും വന്ന് പിറക്കുക. സംശയിക്കണ്ട. പിന്നെ എന്തിനാ നിങ്ങളെ സങ്കടം? പിന്നെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടത്. ഇന്ന് തീർന്നില്ലേ? എത്ര കാലം ഇത് അനുഭവിക്കണം? ഈ ശരീരത്തിൽ ജീവൻ വിട്ടുന്നു പോകുന്നവര്, അത് കഴിഞ്ഞാൽ വേണ്ടല്ലോ. അപ്പൊ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുക. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ സത്തായിട്ട് ചിന്തിക്കുക. ഇങ്ങനെയുള്ള നിരവധി ഉപദേശങ്ങളിലൂടെ ഈ രോഗത്തെയൊക്കെ മാറ്റാം, സംശയമൊന്നുമില്ല. കാരണം അത് കുറച്ച് മൂർച്ഛിച്ചിട്ടുണ്ടായിരിക്കും. തീരെ ക്ഷമിക്കാൻ കഴിയാത്ത ആൾക്കാർ, ദേഷ്യം വന്നിട്ട് എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാത്ത ആൾക്കാരാണ് അവിടെ പിടിച്ചിരിക്കുക, തല ചുമരിൽ കൊണ്ട് ഇടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ ഒരു തരം വിഭ്രാന്തിയാണ്. അപ്പൊ അതിനൊക്കെ നല്ല സാധകങ്ങളുണ്ട്. ഈ മനഃശാസ്ത്ര വിദഗ്ധർക്ക് അതിനുള്ള സാധകമുറകളുണ്ട്, അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ എടുത്താൽ മാറും. അപ്പൊ അതാദ്യം മനസ്സിലാക്കാം. നമ്മുടെ മനസ്സിന്റെ ചാഞ്ചല്യമാണ്. ഭയം ഉള്ളിൽ കടന്നാൽ ഇല്ലാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. എന്താ ഒരു ശബ്ദം കേട്ടത്? തോന്നി എവിടുന്ന് കേട്ടു. നല്ല മഴ ഇങ്ങനെ കോരിച്ചൊരിയുന്ന സമയം, അർദ്ധരാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരാ അപ്പുറത്തുനിന്ന് വർത്താനം പറയാൻ നമുക്ക് തോന്നി. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭ്രാന്തട്ടായിട്ടല്ല, തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരോ സംസാരിക്കുന്ന മാതിരി തോന്നും. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാണ്. അതേമാതിരി ആകാശത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് പല രൂപങ്ങളും നമുക്ക് തോന്നും, ഇല്ലേ? അതേമാതിരി തന്നെയാണ് ഇതൊന്നും ഉണ്മയല്ല, തോന്നുകയാണ്. എന്തിന്? സൂര്യോദയവും സൂര്യ അസ്തമയവും പോലും തോന്നലാണ്. കന്യാകുമാരി കടപ്പുറത്ത് ചെന്ന് നിന്നാൽ രാവിലെ സൂര്യൻ പൊങ്ങി വരുന്നത് കാണാം, വൈകുന്നേരം സൂര്യൻ താഴ്ന്നു പോകുന്നത് കാണാം. നമ്മൾ അതിനെ സൂര്യ ഉദയമെന്നും സൂര്യ അസ്തമയെന്നും പറയുന്നു. സത്യത്തിൽ സൂര്യൻ എങ്ങും പോകുന്നില്ല, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുക. ഈ ഭൂമി തിരിയുന്ന സമയത്ത് നമുക്ക് സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പരാധീനതയാണ്. അത് സൂര്യന്റെ പേരിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സൂര്യൻ പോയിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭൂമിയെപ്പോലും മുഴുവൻ കാണാൻ പറ്റില്ല, അല്ലേ? എത്രയോ വർഷം കഴിഞ്ഞ് ഒരു പാമ്പത മേലെ അതൊരാഴ്ചയുണ്ടാവും വന്നിട്ട്, നമ്മളിപ്പോഴാണ് കാണുന്നത് മാത്രം എന്ന് പറഞ്ഞ പോലെ. അപ്പോ ഈ മിഥ്യയെ അടിസ്ഥാനമാക്കിയിട്ട സമയം പോലും നിശ്ചയിച്ച സൂര്യ ഉദയാൽപരം ഇത്ര നാഴിക, അല്ലെ? ഇല്ലാത്ത ഒന്നിനെ ആസ്പദമാക്കിയിട്ടാണ് ഇല്ലാത്തത്. അതാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ജഗത്തില്ലാത്തതാണ് എന്ന് പറയാൻ കാരണം ഇല്ലാത്ത ഒന്നിനെ ആസ്പദമാക്കിയിട്ട സമയപ്രകരണം. 10 മണിയായി എങ്ങനെ പറയുന്നു? 10 മണിയായി അല്ലെങ്കിൽ 10:30ആയി.
ഈ സൂര്യോദയത്തിൽ നിന്ന് സൂര്യൻ ഇത്ര സമയം കുറിക്കും, അങ്ങനെ സമയം കണക്കാക്കുന്നു. പക്ഷെ അതില്ല, സാധനം തന്നെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഭൂമിയുടെ ഭ്രമണ നിമിത്തമാണ് ശാസ്ത്രങ്ങൾ തന്നെ ഉത്ഭവിക്കുന്നതോ, അനുഭവിക്കുന്നതോ മിഥ്യ. ആ കാഴ്ചപ്പാടിലൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം എടുത്ത് പൊങ്ങിച്ചു. ഒരാൾക്ക് അങ്ങനെ തോന്നി, പൊങ്ങിച്ചു. എന്താ തോന്നാൻ പാടില്ല, തോന്നി. പക്ഷെ അതിലൊരു തത്വമുണ്ട്. എന്താണ്? ഗോവർദ്ധന ഉദ്ധാരണം. ഗോ എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം, ഭൂമി, ഇന്ദ്രിയം, പശു. ഇത്രയും അർത്ഥം കൊണ്ട് അതിനെ വർദ്ധിപ്പിക്കുക, ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുക. എങ്ങനെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുക? എല്ലാ യാദവന്മാർക്കും വിദ്യാഭ്യാസത്തിൽ നിൽക്കാനുള്ള പരിപാടി നോക്കുക. ഭൂമി വർദ്ധിപ്പിക്കുക. എങ്ങനെ? കാടൊക്കെ വെട്ടിത്തെളിയിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കുക. പശുക്കളെ എന്താണ്? അവരുടെ ഇതാണ്, പശുക്കളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, പാലിന് വേണ്ടിയിട്ട് അതിനുള്ള പ്രക്രിയകൾ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്തു ഭഗവാൻ എന്നാണ് അവിടെ പറയുന്നത് ശാസ്ത്രീയമായിട്ട്. അതാണ് ഗോവർദ്ധന ഉദ്ധാരണം. എന്നാൽ സംഭവം നടന്നില്ലേ? നടന്നിരിക്കാം, തോന്നാം. നമുക്ക് തോന്നില്ലേ? ഇപ്പൊ സൂര്യൻ ഉദിച്ചു എന്ന് അസ്തമിക്കുന്നു തോന്നില്ലേ? എന്ന് പറഞ്ഞ മാതിരി ഗോപന്മാർക്ക് തോന്നിയിരിക്കാം ഭഗവാൻ പൊക്കിയിരിക്കുന്നത്. ഇല്ല എന്നെങ്ങനെ പറയാം? ഒരാൾ കാണുന്ന കാഴ്ചയല്ലല്ലോ വേറൊരാൾ കാണുക. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. പലപ്പോഴും തെറ്റായി ധരിക്കാം, ഇയാളെയല്ലേ ഇപ്പൊ കുറച്ച് ഞാൻ അവിടെ കണ്ടത്, അപ്പുറത്ത് കണ്ടത് നമുക്ക് തോന്നും. അയാളൊന്നാവില്ല. നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്, ഒരു സാദൃശ്യം കൽപ്പിക്കപ്പെടുകയാണ്. കാരണം അതൊക്കെ ചെറിയ ചെറിയ മാനസികമായിട്ടുള്ള എന്താ ദൗർബല്യങ്ങളാണ്. രോഗം എന്ന് പറഞ്ഞുകൂടാ. ചിലപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം, ഇയാളിപ്പോൾ ഞാൻ അവിടുന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ, വരുന്ന സമയത്ത് അയാളിപ്പോൾ അവിടെ എത്തിയോ. അപ്പൊ ചിന്തിക്കുന്നില്ല അവിടുന്ന് ഇയാൾ പഠിച്ചു, പിന്നെ എന്തുകൊണ്ട് മറ്റേ അവിടുന്ന് കൊണ്ട് എത്തിക്കൂടാ, അത് ചിന്തിക്കില്ല. അത്ഭുതമായി, ഞാനിപ്പം അവിടെ നിൽക്കുന്ന സമയത്ത്, വളാഞ്ചേരി നിൽക്കുന്ന സമയത്ത് ഇയാളെ കണ്ടല്ലോ, ഇപ്പോഴേക്ക് അയാൾ ഇവിടെ എത്തിയോ. അപ്പൊ തിരിച്ചായാലും ഇങ്ങോട്ട് ചോദിച്ചാലോ, നിങ്ങൾ വളാഞ്ചേരി പഠിത്തില്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് എത്തിക്കൂടാ ചോദിച്ചാൽ അത് എത്തിക്കില്ല. ഇങ്ങനെയാണ് ഓരോന്ന്. ഇത് അത്ഭുതമായിട്ട് തോന്നുകയാണ്. അതിൽ അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നത്? ഒന്നുമില്ല. ചിലപ്പോൾ അയാൾ ആയിക്കൊള്ളണമെന്നില്ല. ഇനിയിപ്പോൾ അയാളാണെങ്കിൽ തന്നെ അത്ഭുതപ്പെടാനില്ല. നമുക്ക് ഇവിടെ എത്താമെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? ഇതിന് അത്ഭുതപ്പെടാൻ എന്തുള്ളത്? ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന, ഇതിനൊക്കെ ആധാരം എന്താണ്? മനസ്സിന്റെ സ്വസ്ഥത. അതിനെന്താ വേണ്ടത്? അതിനാണ് കലിയുഗത്തിൽ ജനങ്ങൾക്ക് സുഖമുണ്ടാകുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പിതാവേ എന്ന് നാരദ മഹർഷി ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത മന്ത്രം ഏത്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതൊരു 108 പ്രാവശ്യം ദിവസവും ചെല്ലാം. എന്നാൽ മതി. ശുദ്ധമായ മന്ത്രം. കലിസന്ധാരണോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിലുള്ളത്. ഞാനിത് പറഞ്ഞത് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം, അതാണ് സംസാര മോചനം എന്ന് പറയുന്നത്. സംസാരം എന്ന ജീവിതം, ഈ ജീവിതത്തിൽ നിന്നുള്ള മോചനം, അതിനുള്ളതാണ് മന്ത്രം. ഈ മന്ത്രങ്ങളൊന്നും ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ ആരാ ഉണ്ടാക്കിയത്? നാരദ മഹർഷിയാണ്. ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ധ്രുവനാണ്. ഇങ്ങനെ ഓരോ മന്ത്രങ്ങളും ശ്രേഷ്ഠന്മാരാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഉച്ചരിച്ചുകൊണ്ട്, നാമം ഉച്ചരിച്ചുകൊണ്ട്, കൃതയുഗത്തിൽ ധ്യാനം, ത്രേതായുഗത്തിൽ യാഗം, ദ്വാപരയുഗത്തിൽ പൂജ, കലിയുഗത്തിൽ നാമജപം. ഇതാണ് പ്രാർത്ഥനാ വിധി ആരാധനാ വിധി പറഞ്ഞിട്ടുള്ളത്. നാമജപം മതി. അതുകൊണ്ടാണ് ഈ അഖണ്ഡനാമ യജ്ഞമൊക്കെ ആസൂത്രണം ചെയ്യപ്പെട്ടത്. അതിപ്പോൾ കർക്കിടക മാസത്തിൽ രാവിലെ സൂര്യോദയം മുതൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ ഈ ഹരിരാമ മന്ത്രം ജര്യം കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മണ്ഡലക്കാലത്ത് അഖണ്ഡനാമ യജ്ഞം ഉണ്ടാകാറില്ലേ ശാസ്താക്ഷേത്രങ്ങളില്? അത് രാവിലെ മുതൽ, അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. സദാസമയത്തും ആ സമയത്ത് ഈ ശബ്ദങ്ങളെയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് വൃക്ഷങ്ങൾ എന്ന് ആലോചിച്ച് നോക്കണം. ജഗദീഷ് ചന്ദ്രബോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വൃക്ഷങ്ങളും സസ്യങ്ങളും ശബ്ദങ്ങളെ പിടിച്ചെടുക്കുന്നു. ശബ്ദത്തോടു കൂടി അതിൻ്റെ അർത്ഥവും പോകുന്നുണ്ട്. അതുകൊണ്ടാണ്
ചില വൈദ്യന്മാരുടെ അടുത്ത് ചെന്നാൽ, നമ്പൂതിരിമാരുടെയൊക്കെ വൈദ്യന്മാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് ഇവിടുന്ന് തന്നെ വാങ്ങണട്ടോ എന്ന് പറയും. എന്തിനാ? നമ്മൾ കരുതുമ്പോൾ അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അവിടെ ഹോമങ്ങളും പൂജകളും ദിവസം നടക്കുക. അതിന് ചുറ്റുവട്ടത്തായി ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന മന്ത്രധ്വനികളും എല്ലാം അതിന് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ഔഷധവീര്യം കൂടും. അതുകൊണ്ടാണ് അവിടുന്ന് തന്നെ അത് വേണമെന്ന് പറയാൻ കാരണം. പക്ഷെ നമ്മളെന്ത് കരുതും? ഓ, ഇനിയിപ്പോൾ അതുവരെ പോയിട്ട് വാങ്ങണ്ടേ, അതിപ്പോൾ കോട്ടയ്ക്ക് വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വലിയ വ്യവസായമായി കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും. അതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ അഖണ്ഡനാമത്തെ ചുറ്റുവട്ടത്തുള്ള സകല വൃക്ഷ ലതാദികളിലും ഈ നാമങ്ങൾ ചെന്ന് തറയ്ക്കുന്നുണ്ട്. ഇത് വേറെ ഒരു തെളിവുണ്ടായിരുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഒരു ബയോളജി പ്രൊഫസർ തൻ്റെ വീടിന് ചുറ്റും റോസാപ്പൂക്കളെ നട്ടു വളർത്തി. ദിവസവും അതിനെടുത്ത് നിന്നിട്ട് ഇവർ പറയും, നിനക്കെന്തിനാ ഈ മുള്ള്? നീ നല്ല സുന്ദരിയാണല്ലോ, ഇത് പ്രശ്നമല്ലേ? വേണ്ട, നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഇതിങ്ങനെ വെറുതെ എന്ന് പറയും, ഭ്രാന്ത് പറയുന്ന മാതിരി. പക്ഷെ 60 ദിവസം കഴിഞ്ഞിട്ട് പുതിയ തണ്ട് വന്നപ്പോൾ അതിന് മുള്ളിലായിരുന്നു. ഇത് ഒരു മാസികയിൽ, ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു മാസികയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്നൊക്കെ എന്താ മനസ്സിലാകുന്നത്? ശബ്ദം പിടിച്ചെടുക്കുന്നു. അതേമാതിരി തന്നെ ഈ അമേരിക്കയിൽ തന്നെ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന കേന്ദ്രം, പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന കേന്ദ്രത്തിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാസികയിൽ വന്നതാണ്. മാസത്തിൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഈ പുഴുക്കളൊക്കെ ചത്തുപോകുന്നു. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കുറെ അന്വേഷിച്ച് ഒരു പിടിയും കിട്ടിയില്ല. അവസാനം കണ്ടുപിടിച്ച അവിടെ സ്ത്രീകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. പിന്നെ എപ്പോഴാണ് അത് ചത്തുപോകുന്നത്? ഈ സ്ത്രീകൾ പീരീഡ് ഉണ്ടാകുന്ന സമയത്തിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ചത്തുപോകുന്നത് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സമയത്ത് ഇവരിൽ നിന്നും ഒരു വിഷകരമായ ഒരു ഊർജം പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇതിൻ്റെ മരണത്തിന് കാരണം കണ്ടുപിടിച്ചു. അപ്പം നമ്മുടെ ആചാര്യന്മാർ ഈ സമയത്ത് മാറിയിരിക്കണം എന്ന് പറഞ്ഞ് എത്ര അർത്ഥവത്താണെന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് കാലത്ത് മാറിയിരിക്കാനായിട്ട് പ്രത്യേക മുറി തന്നെ ഉണ്ടായിരുന്നു. 4 ദിവസം. ഇതൊരു ദോഷമല്ല, അകറ്റിലും അല്ല. കാരണം ഞാൻ അമ്മയാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അമ്മയാകാൻ തയ്യാറാണ്, ഞാൻ അമ്മയാണ് എന്ന് ലോകത്തെ അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ദോഷമൊന്നുമല്ല. അതെന്തിനാ ദോഷം എന്ന് പറയുന്നത്? അത് ദോഷമല്ല. കാരണം അമ്മ എന്ന പദം മനോഹരമായൊരു പദമാണ്. അമ്മ ആ അവസ്ഥയിലേക്ക് എത്താനുള്ള ഞാൻ തയ്യാറായി എന്ന് സമൂഹത്തെ അറിയിക്കുന്ന ഒന്നാണത്. അതെവിടെ ദോഷം? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് പ്രസക്തി കൂടുതൽ. മാതൃദേവോ ഭവ, രണ്ടാമതാ പിതൃദേവോ ഭവ എന്ന് പറയുന്നത്. അമ്മയ്ക്കാണ് ആദ്യത്തെ ഇത് കൊടുക്കേണ്ടത്. അമ്മയാണ് എല്ലാം. കാരണം ഓംകാര സ്വരൂപമാണ്. ആ ഈ ഉ, ആ ഉ മ, ഇതാണ് 3 ശബ്ദങ്ങളാണ് ഓംകാരത്തിന്. മ ഉ ആ മാ, അത് തുടർച്ചയായി പറഞ്ഞ അമ്മ എന്നായി വരും. അപ്പൊ ഓംകാര സ്വരൂപമാണ് അമ്മ. ആ അമ്മയുടെ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു ഘട്ടമാണിത്. അതിനെ ആദരിക്കേണ്ട, അതിനെന്തിനാ എതിർക്കേണ്ടത്? പക്ഷേ അതിൽ ഇങ്ങനത്തെ ചില വിഷമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഒരു പണ്ടൊക്കെ 4 ദിവസമെങ്കിലും മാറിയിരിക്കണം, പരസ്പരം തുടരുത് എന്നൊക്കെ പറയാൻ കാര്യം. തുടരുത് എന്ന് പറയണമെങ്കിൽ എന്താ കാരണം? ഈ നെഗറ്റീവ് ഊർജ്ജമാണ് വരുന്നത്. അത് വേറെ ആളുടെ ശരീരത്തിലേക്ക് എത്തരുത്. അതുകൊണ്ടാണ് തുടരുത്, കൂട്ടി തുടരുത് എന്നൊക്കെ പറയാൻ കാരണം. ക്ഷേത്രത്തിൽ പോകരുത് പറയാൻ കാരണം അതാണ്. ക്ഷേത്രബിംബത്തിലെ ചൈതന്യം. ഇപ്പോൾ ഒരു പ്രദേശത്തേക്ക് മുഴുവൻ ലൈറ്റ് തരുന്ന ചെറിയൊരു ഫീസാണ്, പെട്ടെന്ന് ഫീസ് അടിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ ആ ചൈതന്യത്തിന് ഇങ്ങനെ വല്ലതും വന്ന ഭംഗം വരും, പെട്ടെന്ന് ഭംഗം വരും. അതുകൊണ്ടാണ് ആ സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകരുത് എന്ന് പറയാൻ കാരണം. നാമജപത്തിന് കുഴപ്പമില്ല, അത് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ എന്താണ് ആചാര്യൻ തന്നെ പറഞ്ഞു, തുന്തച്ചെഴുത്തച്ഛൻ തന്നെ പറഞ്ഞില്ലേ, ഋതുമായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പറഞ്ഞിട്ടില്ലേ. നാമം ചൊല്ലിനോട് കുഴപ്പമില്ല, ക്രിയകൾ ചെയ്യാനാണ് കുഴപ്പം. നാമം ചൊല്ലുന്നത് ഉള്ളിൽ നിന്നല്ലേ വരുന്നത്, അത് കുഴപ്പമില്ല. പക്ഷെ ക്രിയകൾ ചെയ്യുമ്പോൾ ചെയ്യരുത് എന്ന് പറയാൻ കാരണം. ഈ ഒരു കാരണം കൊണ്ടാണ് ശബരിമലയില് സ്ത്രീകൾക്ക് പോകാൻ, യുവതികൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം 41 ദിവസത്തെ വ്രതം തുടർച്ചയായിട്ട് എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട്
അപ്പൊ ചോദിക്കും, എന്നാ എല്ലാ ആണുങ്ങളും 41 ദിവസം വ്രതം എടുത്തിട്ടാണോ പോകണം? അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു 5 ദിവസത്തെ വ്രതം എടുത്ത് പോയിക്കൂടെ? ആകാം, തീരുമാനിച്ചാൽ. പിന്നെന്താ പ്രശ്നം? അതായത് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കണം, നമ്മളെല്ലാം തീരുമാനിക്കാൻ. തന്ത്രിമാര്, സന്യാസിമാര്, അവരൊക്കെ കുറഞ്ഞ് തീരുമാനിച്ച അങ്ങനെയാണെങ്കിൽ ആകാം. ഇത് സ്മൃതി വിഭാഗത്തിൽപ്പെട്ടതാ, ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഒന്നുമില്ല. 5 ദിവസത്തെ വ്രതം എടുത്ത് വേണമെങ്കിൽ പോകാം. പക്ഷേ അതിൻ്റെ ഒരു വഴിയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ അങ്ങനെ യുവതിയൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ പ്രതിഷ്ഠ മാറ്റേണ്ടി വരും. അത് ദൈവപ്രശ്നം വെച്ച് തന്ത്രിമാര്, ജ്യോത്സ്യന്മാര്, അതേമാതിരിയുള്ള ആൾക്കാരൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. പ്രതിഷ്ഠ മാറ്റണം, സാധാരണ അയ്യപ്പ ക്ഷേത്രം മാതിരി ആക്കണം, എന്നാ കുഴപ്പമില്ല, എന്നെല്ലാവർക്കും പോകാം. പക്ഷെ അതിന്റെ ആവശ്യം എന്ത്? ഏതെങ്കിലും സ്ത്രീകൾ ആവശ്യപ്പെട്ടോ ഞങ്ങൾക്ക് ശബരിമലയിൽ പോകണമെന്ന്? ആരും പറഞ്ഞിട്ടില്ല, അല്ലേ? ശബരിമലയിൽ കയറ്റി, എന്നിട്ട് ആരാ പോയത്? രഹന ഫാത്തിമ, അല്ലേ? സൽക്കുടുംബങ്ങളിൽ നിന്ന് ആരും പോയിട്ടില്ലല്ലോ, അതല്ലേ ഉണ്ടായത്? സൽക്കുടുംബങ്ങളിൽ ആരും പോവില്ല. കാരണം നമുക്ക് അവിടെ പോയാലേ പറ്റിടൊന്നുമില്ല. ഗുരുവായൂർ പോകാമല്ലോ, ശിവക്ഷേത്രത്തിലും പോകാം. ഹരിഹര സുതൻ എന്നല്ലേ പറയുന്നത്. ഹരന്റെ ക്ഷേത്രത്തിൽ പോകാം, ഹരിയുടെ ക്ഷേത്രത്തിലും പോകാം. ഒരു ഗുരുവായൂർ പോകാം, ശിവക്ഷേത്രങ്ങളിലൊക്കെ പോകാം, ഭഗവതി ക്ഷേത്രത്തിൽ പോകാം. അയ്യപ്പ ക്ഷേത്രങ്ങൾ വേറെ പലതുണ്ട്, അവിടെയും പോകാം. ഇവിടെ മാത്രമേ പ്രത്യേകത. ആചാരങ്ങൾ പല രൂപത്തിൽ വന്നതായിരിക്കാം. ഒരു പക്ഷേ പണ്ടത്തെ കാലത്ത് ഈ മലയൊക്കെ താണ്ടി അങ്ങോട്ട് ചെല്ലാൻ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം. പക്ഷേ 41 ദിവസത്തെ വ്രതം വേണം എന്നുള്ളത് പരശുരാമൻ കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഏതൊരു ഗ്രന്ഥത്തിൽ വായിച്ചായിട്ട് എൻ്റെ ഓർമ്മ. 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് ക്ഷേത്ര ദർശനം നടത്തണമെന്ന് പരശുരാമൻ തന്നെ കൽപ്പിച്ചതായിട്ട് ഒരു പഴയൊരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് പരശുരാമൻ. അപ്പം നമ്മൾ ആചാരം അനുസരിച്ച് തീരുമാനിക്കുക. സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടല്ലോ. കുട്ടികൾ പോകുന്നില്ലേ? എന്താ അവർ സ്ത്രീകളല്ലേ, പെൺകുട്ടികൾ. ഈ മാസമുറ കഴിഞ്ഞ ആൾക്കാർ പോകുന്നില്ലേ? പോകുന്നുണ്ട്. ഗർഭപാത്രം നീക്കം ചെയ്തവർ, അവർക്ക് പോകാം, അവർക്കൊക്കെ പോകാം. ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ 41 ദിവസത്തെ വ്രതം എടുക്കുകയും ചെയ്യും, പോകുകയും ചെയ്യും. എന്താ ഈ 41 ദിവസത്തെ പ്രത്യേകത? എന്താ? ദ്വാദശാദിത്യന്മാർ 12 പേര്, ഏകാദശ രുദ്രന്മാർ 11 പേര്, 23, അഷ്ടവസുക്കൾ 8, 31, അശ്വിനി ദേവകൾ 2, 33, പിന്നെ അഷ്ടലക്ഷ്മിമാർ 8, 41. ഓരോ ദിവസത്തെ വ്രതവും ഓരോ ദേവതകൾക്ക് തുല്യമായി ആയിട്ട് സമർപ്പിച്ചുകൊണ്ട് അതില് ഏറ്റവും ആദ്യത്തിനാണ് ദ്വാദശാദിത്യന്മാർ. അതാണ് ഈ വൃശ്ചികം 12, കർക്കടകം 12, ഇതിനൊക്കെ പ്രാധാന്യം അതാണ്. 12ാമത്തെ പൂജ കഴിയുന്ന ദിവസം. അപ്പൊ ഇതിൻ്റെ പിന്നിലൊക്കെ ഓരോ തത്വങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ അനുസരിച്ചിട്ടാണോ ആണുങ്ങൾ പോകുന്നത്? അല്ല. എന്നാൽ അതേമാതിരി സ്ത്രീകൾക്കും പോയിക്കൂടെ? പോകാം. അതിന് തീരുമാനിക്കണം, കമ്മിറ്റി തീരുമാനിക്കണം. എല്ലാവരും കൂടിയിട്ട് 5 ദിവസത്തെ വ്രതം എടുത്തിട്ട് സുരക്ഷിതമായ സമയത്ത് സ്ത്രീകൾക്ക് പോയിക്കൂടെ? പോകാം, ഒരു കുഴപ്പമില്ല. ഇത് മാറ്റാൻ പറ്റാത്ത പാറയൊന്നുമല്ല, സ്മൃതി വിഭാഗത്തിലാണ്. സ്മൃതികൾ മാറി മാറി വരും, ഭൗതികമായ നിയമം. പക്ഷേ മറ്റൊരു ചോദ്യം, ആരെങ്കിലും ആവശ്യപ്പെട്ടോ? മാറ്റണമെങ്കിൽ വേണ്ടേ? ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇല്ല. ആവശ്യപ്പെടട്ടെ. ഒരുപാട് സമൂഹങ്ങളുണ്ടല്ലോ ഇവിടെ, സംഘടനകൾ, NSS ഉണ്ട്, SNDP ഉണ്ട്, അങ്ങനെ ഓരോ ജാതിക്കാർക്കും ഓരോ സമുദായം. അവരൊക്കെ സ്ത്രീകളെ ആവശ്യപ്പെടട്ടെ, ഞങ്ങൾക്കും പോകണം. അപ്പൊ പരിഹാരം ഉണ്ടാക്കാം. ഇതാരും ആവശ്യപ്പെട്ടില്ലെങ്കിൽ, പക്ഷെ അതിനൊരു നേരായ വഴിയുണ്ട്. വഴി കൂടെ വേണം. നമ്മള് വീട്ടിലേക്ക് ആരെയും വേണമെങ്കിലും സ്വീകരിക്കാം. അതിനാണ് ഗേറ്റ് കൂടെ വരണം. മതിലിയാടി വന്നാലോ? അത് പറ്റില്ല. എന്ന് പറഞ്ഞ മാതിരി എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയ ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ ആരാധനാലയങ്ങളൊന്നും സെമിറ്റിക് സ്വഭാവമുള്ളതല്ല. ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ പോയില്ല. എന്തേ പോകാതെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സൗഹൃദത്തിൽ ചിലപ്പോൾ ചോദിക്കുക, എന്തേ ഇപ്പം രാമായണം വായിക്ക് വരാത്ത കണ്ടില്ല എന്നൊക്കെ അത് സ്നേഹത്തോട് കൂടി ചോദിക്കുക. അല്ലാതെ എന്തെങ്കിലും വന്നില്ല ഫൈൻ അടയ്ക്കണം, ഇല്ലല്ലോ, നമുക്കില്ലല്ലോ.
പോകണമെങ്കിൽ പോകാം, പോകണമെങ്കിൽ പോകണ്ട. വഴിപാട് നടത്തണമെങ്കിൽ നടത്താം, നടത്തണമെങ്കിൽ നടത്തണ്ട. ഒരു നിർബന്ധങ്ങളൊന്നുമില്ല. എന്നിട്ടും ശബരിമലയിൽ 5 കോടി ജനങ്ങൾ അത്ര വന്നത്. ആരും നിർബന്ധിച്ചില്ല. ഗുരുവായൂർ എന്ന് തിരക്കാം, എത്താനേ പറ്റില്ല. ഏത് ക്ഷേത്രങ്ങളിലാണ് തിരക്കില്ലാത്തത്? ഇവിടെയും തിരക്കുണ്ടാവാറുണ്ട്. ആരെങ്കിലും നിർബന്ധിച്ചിട്ടാ? നിങ്ങൾ മുട്ട അറുത്തില്ലെങ്കിൽ കാണിച്ചു തരാട്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരുമില്ല. കമ്മിറ്റിക്കാർ ചോദിച്ചോ? ദേവസ്വം ബോർഡ് ചോദിച്ചോ എന്താ മുട്ട അറക്കാത്തത്? ഇല്ലല്ലോ. ആ ഒരു അതാണ് ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. യേയഥാമാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം മമമർത്താനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശ. നീ ഏത് രൂപത്തിൽ എന്നെ കാണുന്നുവോ ആ രൂപത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. രാമന്റെ രൂപത്തിൽ കാണണോ? കണ്ടോ? കൃഷ്ണന്റെ രൂപത്തിൽ ആകാം, ദേവിയുടെ രൂപത്തിൽ ആകാം, ഏത് രൂപത്തിലായിരുന്നു ഞാൻ അനുഗ്രഹം തരാം. കാരണം എന്താണ്? ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. ഞാൻ സർവം നിറഞ്ഞു നിൽക്കുക. പിന്നെ എവിടെ പ്രാർത്ഥിച്ചാൽ എന്താ? മാത്രമല്ല നവവിധ ഭക്തികളും പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ പോയാൽ പറ്റിയില്ല, വേണ്ട. അപ്പോഴാണ് പോകുന്നത്, കുറെ പക്ഷികൾ ഇരിക്കുന്നു, കുറച്ച് വറ്റിട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ശ്വാക്കളോ പൂച്ചയോ പോകണമെങ്കിൽ കുറച്ച് ഇത് കൊടുക്കുക, മതി. അമ്പലത്തിൽ പോയാൽ തുല്യമായി. കാരണം അതിനകത്തുമുള്ളത് എന്താണ്? ഞാനാണ്. അവർക്ക് ആവശ്യം എന്താ? ഭക്ഷണം, അത് കൊടുക്കുക, മതി. ഇങ്ങനെ സൽകർമ്മങ്ങൾ എന്ത് ചെയ്താലും, അതാ ഞാൻ പറഞ്ഞത്, എന്നും നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് ഓണം ഒന്നും പ്രശ്നമല്ല, അല്ലേ? അതേ സമയത്ത് ഒന്നുമില്ലാത്തവനോ ഒരു ഓണം വരട്ടെ, പുതിയ കുപ്പായം എടുക്കാൻ, അല്ലെങ്കിൽ പുതിയ, അവന് പ്രശ്നമാണ്, ഓണമുണ്ട് എന്ന് പറഞ്ഞ മാതിരി സദാസമയത്തും ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താ ക്ഷേത്രം? എന്താ ഇതിനൊക്കെ അർത്ഥമുണ്ട്? ഒന്നുമില്ല. കാരണം ഏത് സമയത്തും ഇത് തന്നെയല്ലേ. പിന്നെ ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടോ? ഇല്ല. ഏത് സമയത്തും രാമമന്ത്രം ജപിക്കുന്നു, ഏത് സമയത്തും കൃഷ്ണമന്ത്രം ജപിക്കുന്നു, ഭഗവാൻ ഏത് സമയത്തും ബ്രഹ്മത്തെ പറ്റിച്ചില്ല. പിന്നെ ഇപ്പൊ അമ്പലത്തിൽ പോയില്ല വിചാരിച്ച് എന്ത് സംഭവിക്കാനാ? എപ്പോഴും അത് തന്നെയല്ലേ ഒരു പ്രത്യേകത. അതേ സമയത്ത് മറ്റു പല ജോലികളും നടക്കുക, അതിൻ്റെ ഇടയിൽ ഒന്നൊന്ന് അമ്പലത്തിൽ പോയി കളയാൻ നാളെ അവർക്ക് പോകണം. നമുക്ക് ആവശ്യമില്ലല്ലോ. ഏത് സമയത്ത് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ്? ആവശ്യമില്ല. അപ്പൊ ഇത് ആർക്കാണ് ആവശ്യം? ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. ശ്രവണവും കീർത്തനവും ഇവിടെ നടക്കുന്നു. നിങ്ങൾ ശ്രവിക്കുന്നു, ഞാൻ കീർത്തിക്കുന്നു. ഭക്തിയാണത്. ഇത് രണ്ടും. ഞാൻ എൻ്റെ ഭക്തി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭക്തി ചെയ്യുന്നു. വെറുതെ അമ്പലത്തിൽ പോയി തൊഴ മാത്രമല്ല ഭക്തി, സമർപ്പണം. ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭഗവത് കഥകൾ കേട്ടുകൊണ്ടിരിക്കുക, ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുക. ഭക്തി ഗാനങ്ങൾ എല്ലാം ഭക്തിയാണ്. ഭക്തി അല്ലാതെ മറ്റൊന്നുമില്ല. ഒരു വൃക്ഷത്തിന് വെള്ളം നനയ്ക്കുന്നത് ഭക്തിയാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശുക്കളെയും ശ്വാക്കളെയും നോക്കുന്നത് ഭക്തിയാണ്. വൃദ്ധരായിട്ട് ആരെങ്കിലും വന്നാൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഭക്തിയാണ്. ഒരു ഭിക്ഷക്കാരൻ വന്നാൽ ഭിക്ഷ കൊടുക്കുന്നത് ഭക്തിയാണ്. അങ്ങനെ എല്ലാറ്റിലും ഭക്തിയെ കാണുക. കാരണം എന്താ? അതൊക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ്. കല്ലിൽ ഞാൻ ഉറങ്ങിയിരിക്കുന്നു, വൃക്ഷങ്ങളിൽ ചലിക്കുന്നു, മൃഗങ്ങളിൽ നടമാടുന്നു, മനുഷ്യനിൽ സ്വയം അറിയുന്നു. ഈ ഭാവത്തിലാണ് ഇരിക്കുന്നത്. വൃക്ഷങ്ങളിൽ ചലിക്കുന്നുണ്ട്, മൃഗങ്ങളിൽ നടമാടുന്നുണ്ട്, മനുഷ്യനിൽ സ്വയം അറിയുന്നുണ്ട്. ഈ ഘടകം, ഈശ്വരൻ ബ്രഹ്മം എന്ന ഘടകം അങ്ങനെ സർവവ്യാപിയാണ്. സർവം വ്യാപിച്ചിരിക്കുമ്പോൾ അതല്ലാതെ മറ്റൊന്നിന് അവിടെ പ്രവേശമില്ല. നിറഞ്ഞു നിൽക്കുമ്പോ വേറെ എന്താ ഉള്ളത്? ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു, പിന്നെ എവിടെ ചെലുത്താൻ? ഇല്ല. അതൊക്കെ സെമിറ്റിക് സ്വഭാവങ്ങളിൽ നിന്ന് വന്നതാണ്. നമ്മുടെ ഭാരതീയ ദർശനത്തിലൊന്നും ഇല്ല അതൊന്നും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ടുള്ള വിഷമം 3 തരത്തിലാണെന്ന്. ഒന്ന് ഭയം കൊണ്ട്, മറ്റൊന്ന് ആത്മസംഘർഷം, മാനസിക സംഘർഷം മൂലം,
മറ്റൊന്ന് തലയ്ക്ക് ക്ഷതമേറ്റാൽ, ഇങ്ങനെയൊക്കെ ഭ്രാന്തുണ്ടാകാം. അതിൽ ഈ ഭയം മാത്രമാണ് ഇങ്ങനെ ചരട് കെട്ടുക അങ്ങനെയൊക്കെ മാറി. കാരണം എന്താ, ഇല്ലാത്ത രോഗത്തിന് ഇല്ലാത്ത ചികിത്സ. അത് രോഗമല്ല ശരിക്കും, ഭയം നീങ്ങിയ പോയല്ല. അതിന് മരുന്ന് ജ്ഞാനം മാത്രമാണ്, അറിവ്. ശക്തിപ്പെടുത്തുക, മനസ്സിനെ ശക്തിപ്പെടുത്തുക. ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മരണദുഃഖമാണല്ലോ ഏറ്റവും വലിയ ദുഃഖം. പക്ഷെ ചിന്തിക്കുക, ആരാ മരിക്കാത്തുള്ളൂ ഇവിടെ? മരിക്കാൻ അർഹത ജനിക്കുക എന്നുള്ളതാണ്. ഗർഭസ്ഥ ശിശു മുതൽ 105 120 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എപ്പോഴും മരണം സംഭവിക്കാം. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം ഇതാണ്. പിന്നെ അതിലെന്തിനാ ദുഃഖിക്കണത്? പക്ഷെ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ദുഃഖം അത് കുറച്ചു നേരം കഴിയില്ലേ. 10 കൊല്ലം മുമ്പ് മരിച്ച അച്ഛനെ ഓർത്ത് ഇപ്പോഴും അതേമാതിരി പൊട്ടിക്കറിയുന്നുണ്ടോ? അമ്മയോർത്ത് ഇല്ല, പോയി, നമ്മളിൽ നിന്ന് വിട്ടുപോയി. കാരണം നമുക്കറിയാം അത് വേറെ പോയി എന്നുള്ളത് അറിയാം. ഇന്നലെയോ ഇന്നൊക്കെ ആണെച്ചെങ്കിൽ ദുഃഖം വരും. ഒരാഴ്ച കഴിയുമ്പോൾ കുറഞ്ഞു വരും. പിന്നെ ഇത് ഓർമ്മയായിട്ട് മാറി. ഇത് ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത, അതല്ലേ ജാതസ്യ ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യാർത്ഥേ നത്തും സോചിതും അർഹസി. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനമുണ്ട്. പിന്നെ എങ്ങനെയായി ജനനം? അതും ഗീതയിൽ പറയുന്നു, തത്ര ദമ്പത്ത സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധോ കുരുനന്ദന. നമ്മൾ ഈ ജന്മത്തിൽ എന്തെല്ലാം നേടിയോ അത് സഞ്ചിത കർമ്മമായിട്ട് പോകുന്നുണ്ട്. ഒരു സഞ്ചിയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ എന്നാ പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നു, കോട്ടക്കൽ വഴിയാ പോകുന്നത്. കോട്ടക്കൽ പോയപ്പോഴേക്കും ബസ് കേടുവന്നു. എന്ത് ചെയ്യും? പിന്നെ ആദ്യം കാണാൻ പോലെ വന്നിട്ടാണോ പോകുന്നത്? അല്ല, പിന്നെ അവിടുന്ന് ഏതാ ബസ് കിട്ടുന്ന അതിന് പോകും. അപ്പോൾ അവിടെ പോയ ബസ്സിൽ നമ്മൾ കൊണ്ടുപോയ സഞ്ചിയോ കൊടയോ എന്തെങ്കിലും അവിടെ ഒഴിവാക്കിയിട്ടാണോ പോകുന്നത്? അല്ല, മറന്നു പോകും. അതല്ലാതെ മനഃപൂർവ്വം വിട്ടു പോയില്ലല്ലോ, കൈ പിടിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കർമ്മഫലം നമ്മുടെ കൂടെയുണ്ട്. അതുമായിട്ടാണ് പോകുന്നത്. സത്തായിരിക്കാം, അസത്തായിരിക്കാം. ഇതൊക്കെ ഗീതയിൽ പറയുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് രാമായണത്തിലുമുള്ളത്. രാമന്റെ വനയാത്ര. എന്താ ഈ വനയാത്ര? വനം ഇരുണ്ടതാണ്, ഇരുളടഞ്ഞതാണ്, ഹിംസ ജന്തുക്കളുള്ളതാണ്. അതിലേക്കാണ് ആര് ചെല്ലുന്നത്? സാക്ഷാൽ ബ്രഹ്മം പ്രവേശിക്കുന്നത്. അപ്പോഴാണ് അവിടെ അധർമ്മത്തെ ഇല്ലാതാക്കുന്നത്. എന്നതിന് ശേഷമാണ് അവിടുത്തെ അധർമ്മം മുഴുവൻ പോകുന്നത്. ബാലിയെപ്പോലും, എന്താ ഈ ബാലിയെപ്പോലും എന്ന് പറയാൻ കാരണം? ബാല്യവധം രാമന്റെ പേരിൽ ആരോപിക്കപ്പെട്ട വലിയൊരു ദോഷമാണ്. ചതിയിൽ കൊന്നു. എവിടെ ചതിയിൽ കൊന്നു? ചിന്തിക്കുക. അതിന് തത്വം എടുക്കുക. നമ്മുടെ ശരീരത്തിൽ 70,000 നാഡീവ്യൂഹങ്ങളുണ്ട്. അതിൽ 14 പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് ബാലി. അതിനെ ഇപ്പോൾ ഹൈപ്പോതലാമസ് എന്നാണ് പറയുക. ഇപ്പോൾ ഇംഗ്ലീഷ് പേര് ശിരസിലാണത്. ഈ നാഡീവ്യൂഹത്തിന് ചില പ്രവർത്തികളൊക്കെ ഉണ്ട്. ഈ നാഡീവ്യൂഹം ഉള്ളത് കൊണ്ടാണ് സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും അടുപ്പം തോന്നുന്നത്, സ്നേഹം തോന്നുക, കാമം തോന്നുക, അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതിനൊന്ന് നിയന്ത്രിക്കണം. ആർക്ക്? സുഗ്രീവന്. ആരാ സുഗ്രീവൻ? യോഗനിഷ്ഠ കൊണ്ട് ഉത്തിഷ്ഠമായ കഴുത്തോടു കൂടിയാൽ, കഴുത്ത് വരെ യോഗിയ, അവിടുന്ന് അങ്ങോട്ടില്ല. നിയന്ത്രിക്കണം. അതിനെന്ത് ചെയ്യണം? രാമനെ ശരണം പ്രാപിക്കണം. ആരാണ് രാമൻ? 2 മന്ത്രങ്ങളുടെ ബീജാക്ഷരമാണ് രാമൻ. അപ്പൊ രാമ 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 മന്ത്രം ജപിച്ച് ആ നാടീയ വ്യൂഹത്തെ ഒന്ന് തണുപ്പിക്കുക. ഇതാണ് ബാല്യവധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കഥ നടന്നില്ലേ? കഥ നടന്നിട്ടുണ്ട്. കഥയില് പറയുന്ന അപ്പടി വിശ്വസിക്കാനുള്ളതല്ല. ബാലി സുഗ്രീവ യുദ്ധം നടന്നു. ബാലി സുഗ്രീവ യുദ്ധം നടന്ന സമയത്ത് സുഗ്രീവൻ ആദ്യം പരാജയപ്പെട്ടപ്പോ ഒരു മാല കൊടുത്തു, അല്ലേ? ഇപ്പൊ എന്താ കാരണം പറഞ്ഞത്? ആളെ തിരിച്ചറിയാൻ. അതെങ്ങനെ ശരിയാവുക? പിന്നെ എഴുത്തച്ഛൻ പറയുന്നു, അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. അപ്പൊ അച്ഛൻ കൊടുത്ത മാല ബാലിയുടെ ശരീരത്തിലില്ലേ? അപ്പൊ അത് നോക്കിയപ്പോ അത് ബാലിയാണ്, മറ്റേ സുഗ്രീവനാണ്.
മതി. പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് വേറൊരു തത്വമുണ്ട്. ആരെതിരെ വന്നാലും അവന്റെ പകുതി ശക്തി തനിക്ക് കിട്ടുമെന്ന ഒരു വരം ബാലിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം സുഗ്രീവൻ തോറ്റത്. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് രാമൻ മാല കൊടുത്തത്, അച്യുതൻ മാല കൊടുത്തത്. അതാണ് സത്യം. പക്ഷെ കവിതയിൽ ഇങ്ങനെ മാല രണ്ടുപേർക്കും ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാല കൊടുത്ത് ഇതിന് വേണ്ടിയിട്ടാണ്, അല്ല തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയില്ല. രാമനെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ ഇതൊരു വീട്ടിൽ നിന്നാണത്, സുഗ്രീവനെ തിരിച്ചറിയില്ല എന്ന്. ഒന്ന്. പിന്നെ ഒളിയമ്പ ഇത് കൊന്നു. ആര് ഒളിയമ്പ ഇത് കൊന്നു? രാമൻ. ഓ, വൃക്ഷത്തിന്റെ ഉള്ളിൽ മറഞ്ഞു നിന്നു. ഓഹോ, സാക്ഷാൽ വൈഷ്ണവ തേജസ്സിനെ മറയ്ക്കാൻ പറ്റിയ വൃക്ഷം ഭൂമിയിൽ എവിടെയുള്ളത്? എവിടെയുള്ളത്? വൈഷ്ണവ തേജസ്സായ രാമനെ, സൂര്യനെ മറക്കാൻ വൃക്ഷങ്ങൾക്ക് പറ്റുമോ? അല്ല, തീഷ്ണതയിൽ നിന്ന് മറഞ്ഞു നിൽക്കുക നമ്മളെന്ന് മാത്രം. അപ്പൊ മരത്തിന്റെ മുകളിലാണ് വെച്ചെങ്കിലോ എന്ത് ചെയ്യും? മരത്തിന്റെ മുകളിലുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്ന വെച്ചെങ്കിൽ എങ്ങനെ സൂര്യനെ മറയ്ക്കാൻ പറ്റും? മറയ്ക്കാൻ പറ്റില്ല. രാമചന്ദ്രന്റെ തേജസ്സിനെ മറയ്ക്കാൻ പറ്റിയ ഒരു വൃക്ഷം ഭൂമിയിലില്ല. പിന്നെന്താ അത് പറയാൻ കാരണം? ഉണ്ട്. ഈശ്വരൻ എല്ലാം എടുത്തുമില്ലേ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല? കാരണമുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിരവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. പാപം ചെയ്ത ഒരാൾക്ക് കാണാനുള്ളതല്ല സാക്ഷാൽ ബ്രഹ്മം. പാപം ചെയ്യാത്ത പരിശുദ്ധനായ ആൾക്കാർ ബ്രഹ്മത്തെ കണ്ടിട്ടുണ്ടാവും. ഏത് രൂപത്തിലാണെങ്കിൽ കൃഷ്ണരൂപത്തിൽ കണ്ടിട്ടുണ്ടാവും, രാമരൂപത്തിൽ കണ്ടു. ത്യാഗരാജസ്വാമികൾ രാമരൂപത്തിൽ കണ്ടു, പൂന്താനം കൃഷ്ണരൂപത്തിൽ കണ്ടു, അല്ലേ? വില്ലുമംഗലം, ഇവരെ കുറൂരമ്മ, ഇവരൊക്കെ കണ്ടു, ബ്രഹ്മത്തെ കണ്ടു. നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് കാണാനുള്ള അധികാരമില്ല, അവകാശമില്ല, യോഗ്യതയില്ല. കാരണം ഒരുപാട് അധർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അറിയാതെ കണ്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ കാരണം. ഇപ്പൊ ബാലിക്ക് എന്തുകൊണ്ട് രാമനെ കാണാൻ പറ്റുന്നില്ല? രാമൻ ജീവനോട് കൂടി ഉണ്ടായിട്ടും അധർമ്മം ചെയ്തിട്ടുണ്ട്. എന്താ അധർമ്മം? സ്വന്തം പുത്രിയെ പോലെ കാണേണ്ട സഹോദരന്റെ ഭാര്യയായി രുമയെ മോഷ്ടിച്ചെടുത്തു. അത് തന്നെ. അപ്പൊ ബാലിക്ക് തോന്നിയത് ആ വൃക്ഷങ്ങളുടെ പിന്നിൽ നിന്ന് ഒളിയമ്പ ചെയ്തിട്ടാണ് തന്നെ കൊന്നത് എന്ന്. ഒളിയമ്പെന്ന് പറയാൻ പറ്റില്ല. ഹനുമാൻ കാണുന്നുണ്ട്, മറ്റേ അവിടെ യുദ്ധം കാണാൻ വന്ന സകല വാനരന്മാരും കാണുന്നുണ്ട്. പിന്നെ എങ്ങനെ ഒളിയമ്പ്? ആരും കാണാതെ ചെയ്യുമ്പോഴല്ലേ ഒളിയമ്പ് എന്ന് പറയാ. ഇതെല്ലാവരും ഉണ്ട് അവിടെ. ബാലി ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ കാണുന്നുണ്ട് രാമനെ, ഭാര്യയ്ക്ക് മാത്രം കാണുന്നില്ല. അപ്പൊ എങ്ങനെ ഒളിയമ്പ് എന്ന് പറയാ? അപ്പൊ കാരണം ഇതാണ്, പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാമനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അസ്ത്രം തട്ടി വീണ ഉടനെ രാമനെ കാണുകയും ചെയ്തു. ഇതാണ് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അല്ല, ചതിച്ചു കൊന്നിട്ടൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ പറയാൻ കൊല്ലേണ്ട ആവശ്യമില്ല. രാമൻ പറയാണ്, നീ വനത്തിൽ പോയി തപസ്സയെ സുഗ്രീവന് രാജ്യം കൊടുക്കാന്ന് പറഞ്ഞാൽ ബാലി കൊടുക്കില്ലേ? കൊടുക്കും. പിന്നെന്തിനാ രാമൻ വധിച്ചത്? അതിന് വേറൊരു സംഗതിയുണ്ട്. അടുത്ത യുഗത്തിൽ ശ്രീകൃഷ്ണനായിട്ട് വന്ന് അവതരിക്കുന്ന സമയത്തിൽ ഗാന്ധാരിയമ്മ ശപിക്കും, നീയും നിന്റെ യാദവ് വംശവും മുടിഞ്ഞു പോകട്ടെ, ഒരു നീചന്റെ കൈ കൊണ്ട് നീ മരിച്ചു പോകട്ടെ. അത് സ്വർഗാരോഹണം ചെയ്തു പോട്ടെ. അത് ശപിക്കാന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മുൻകൂട്ടി തരും. അപ്പൊ അതിനൊരു നീചൻ വേണം. ഏറ്റവും വലിയ നീചനാരാ? മറ്റൊരുത്തന്റെ ഭാര്യയെ മോഷ്ടിച്ചവനാ ഏറ്റവും വലിയ നീചൻ. അത് ഇവിടെ കിട്ടി. അതുകൊണ്ട് അസ്ത്രം അങ്ങോട്ട് കൊടുത്ത് എന്നാ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നോട്ടെ, അവന് അധികാരമായല്ലോ. ആ ബാലിയുടെ പുനർജന്മമാണ് ജര എന്ന വേട്ടക്കാരൻ. വള്ളിപ്പടർപ്പിനുള്ളിലൂടെ നോക്കിയ സമയത്ത് നീല നിറത്തിലുള്ള ഒരു മാനാണെന്നൊരു സംശയം. കൊടുത്തു അസ്ത്രം. ആ ശ്രീകൃഷ്ണന്റെ പാദത്തിൽ തട്ടി. അങ്ങനെയാണ് സ്വർഗാരോഹണത്തിന് കാരണം. പാദത്തിൽ തട്ടിയാൽ മരിക്കോ? വിഷം പുരട്ടിയതാണ്, ഭഗവാന് പറ്റുമോ? അതിന് മുമ്പേ തീരുമാനിച്ചാണല്ലോ ഇതൊക്കെ. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദ്വാരകയിലെത്തി. എന്തോ കാരണത്താൽ ദേഷ്യം വന്നു. പായസം കൊടുത്തപ്പോൾ ചൂടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു. ശ്രീകൃഷ്ണൻ ആ പായസം എടുത്ത് മുഴുവൻ മേലിൽ തേക്കാൻ പറഞ്ഞു. അപ്പൊ അന്നം എങ്ങനെ കാലുമ്പിൽ തേക്കുക? അപ്പൊ ഭഗവാൻ കാലുമ്പിൽ മാത്രം തേച്ചില്ല, മക്കളോട് തേച്ചു. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി പറഞ്ഞു, ആ കാലുമ്പിൽ വല്ലതും കൊണ്ടാൽ മാത്രമേ സ്വർഗാരോഹണം നടക്കൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിൽ എവിടെ പങ്കെടുത്താലും ഭഗവാനൊന്നും പറ്റില്ല. കാലുമ്പിൽ അസ്ത്രം തട്ടിയപ്പോഴാണ് ഇതൊക്കെ. അതാണ് പറഞ്ഞത്, ആദ്യം സംരക്ഷണം ഏർപ്പാക്കിയിട്ട് ആ കർമ്മം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ആദ്യം ഇതിനുള്ള കളം ഒരുക്കി വെച്ചു. അതുകൊണ്ടാണ് വിഷ്ണുവിന് പ്രാധാന്യം, സംരക്ഷണത്തിന് പ്രാധാന്യം. ഒന്ന് സംരക്ഷണം ഉണ്ടായിട്ടല്ലേ നമുക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
അതായത് ഈ ശൈവമതമാണ്, വൈഷ്ണവ മതമാണ്, ശക്തേയ മതമാണ്, കേമെന്നൊക്കെ പറഞ്ഞ് ലഹള കൂടുന്ന ആൾക്കാർക്ക് പറയാനുള്ള കാര്യം അതാണ്. വിഷ്ണു മതം പ്രാധാന്യം കൊടുക്കാൻ എന്താ കാരണം? വിഷ്ണുവിൻ്റെ ധർമ്മം സംരക്ഷണം. സംരക്ഷണം ആദ്യം ഒരുക്കണ്ടേ, എന്നിട്ടല്ലേ സൃഷ്ടിച്ചിട്ട് കാര്യമുള്ളൂ. എന്തുണ്ടെക്കാണ് അതാ ഞാൻ പറഞ്ഞത്, വീട് വെക്കണം, പക്ഷെ ആദ്യം സ്ഥലം വാങ്ങണ്ടേ. എന്തിനും ആദ്യം സാധനങ്ങൾ ഒരുക്കി വെക്കണ്ടേ അല്ലേ? അരി കൊണ്ടുവന്ന് ചോറ് വെക്കണം, ഇവിടെ തീ എന്താ ഉള്ള ഗ്യാസ് കുറ്റി വേണം, അല്ലെങ്കിൽ മണ്ണെണ്ണയച്ചെങ്കിൽ മണ്ണെണ്ണ വേണം, വിറകാച്ചെങ്കിൽ വിറക് വേണം, തീപ്പെട്ടി വേണം, ഇതൊക്കെ ഉണ്ടായാലേ വെള്ളവും വേണം, നല്ല അരി കൊണ്ടുകൊണ്ട് കാര്യമുള്ളൂ. ഇതൊന്നുമില്ലാതെ അരി കൊണ്ടുകൊണ്ട് എന്താ കാര്യം? ചോറുണ്ടാക്കാൻ പറ്റും. അപ്പൊ സംരക്ഷണം ആദ്യം ഒരുക്കി വെക്കണം, സാഹചര്യം ആദ്യം ഒരുക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യം വിഷ്ണുവിന് സ്ഥാനം സംരക്ഷകൻ, പിന്നെ സൃഷ്ടി. സൃഷ്ടി നടത്തിയിട്ടല്ലേ സംഹരിക്കാൻ പറ്റുള്ളൂ, ഒന്നുണ്ടെങ്കിലല്ലേ അതിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിച്ചു, പരമശിവൻ. അതുകൊണ്ടാണ് വിഷ്ണു, ബ്രഹ്മ, ശിവൻ എന്നിങ്ങനെ കണക്ക് വരാൻ. വിഷ്ണുവിന്റെ പുത്രനാണ് ബ്രഹ്മാവ് എന്നും ബ്രഹ്മാവിൽ നിന്നുണ്ടായതാണ് ശിവൻ എന്നും പറയാൻ കാരണം അതാണ്. പരിതസ്ഥിതിയിൽ സംരക്ഷണത്തിൽ നിന്നുണ്ടായതാണ് സൃഷ്ടി. ആ സൃഷ്ടിയിൽ നിന്നാണ് പിന്നെ സംഹാരം ഉണ്ടാകുന്നത്. താത്വികമായിട്ട് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് വിഷ്ണുവിന് പ്രാധാന്യം എന്ന് പറയുക. അല്ലാതെ അതുകൊണ്ടാണ് വിഷ്ണു പുരാണത്തിലൊക്കെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. വിഷ്ണു എന്നും ശ്രീകൃഷ്ണൻ എന്നും പറയാം. കാരണം ദേവി പുരാണത്തിലോ മറ്റോ പറയുന്നൊരു കഥ, വൈകുണ്ഠത്തിന് മുകളിലാണ് ഗോലോകം. ഗോലോകത്തിലെ നാഥൻ ശ്രീകൃഷ്ണനാണ്. മഹാലക്ഷ്മി രാധയായിട്ട് കൃഷ്ണന്റെ കൂടെയും ലക്ഷ്മി ദേവിയായിട്ട് വിഷ്ണുവിന്റെ കൂടെയും. അതെങ്ങനെയാ സംഭവം വിചാരിച്ചാൽ, ഗോലോകത്ത് ജ്ഞാനികൾ ആർക്കും കാണാൻ കഴിയില്ല കേട്ടോ, ആരെയും കാണാൻ കഴിയില്ല, ആർക്കും കാണാൻ കഴിയില്ല, അവർക്കേ കാണാൻ കഴിയും. ഇതാണ് വചനം. പിന്നെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള നാരദ മഹർഷി, അതേമാതിരി സനകാദികൾ, ഇവർക്കൊക്കെ ദർശിക്കാം, അല്ലാതെ ആർക്കും കാണാൻ കഴിയില്ല. അവിടെ ഗോലോകം ജ്ഞാനമാണ്. അവിടെ ഈ ജ്ഞാനം നിറഞ്ഞു നിൽക്കുക. എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ടോ ആ ബ്രഹ്മാണ്ടങ്ങളിലുള്ള ജ്ഞാനമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഗോ എന്നതിൻ്റെ അർത്ഥമൊക്കെ അവിടെ പശുക്കൾ, അവിടെയാണ്. പശുക്കൾ എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഗോലോകത്ത് ഭഗവാനും അതേമാതിരി ഗോപികമാരും ഗോപന്മാരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ദാഹിച്ചു എന്നാണ്. ഉടനെ സ്വന്തം ഇടത്ത് ഭാഗത്ത് നിന്ന് സുരഭി എന്ന പശുവിനെയും മനോരഥ എന്ന് പറഞ്ഞ പശുക്കുട്ടിയെയും സൃഷ്ടിച്ചു. അങ്ങനെ പാല് കറന്നെടുത്ത് പാത്രം മറന്നു, കയ്യിൽ നിന്ന് താണുപോയി. പിന്നെ പാലൊന്നും കുറേ കഴിഞ്ഞപ്പോൾ ആ പാലിങ്ങനെ പൊന്തി 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 വരുന്നു, ഒരു ക്ഷീരസാഗരമായി കഴിഞ്ഞു, കടലായി മാറി. ഇതാണ് കഥയിൽ പറയുന്നത്. പിന്നെ താമസിച്ചില്ല, ഭഗവാൻ 4 കൈകളോടുകൂടി വിഷ്ണു രൂപത്തിൽ അവിടെ വന്നപ്പോൾ മഹാലക്ഷ്മി ലക്ഷ്മിയായിട്ട് കൂടെ വന്നു. അപ്പൊ ആദ്യം ഉണ്ടായത് ശ്രീകൃഷ്ണനാണ് എന്നാണ് ദേവി ഭാഗവതമൊക്കെ പറയുന്നത്. പക്ഷെ വിഷ്ണുവിന്റെ അവതാരം അങ്ങനെയും പറയും. ഏതായാലും ഗുരുവായൂർ ചെന്നാ വിളിക്കുക കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നാ വിളിക്കുക. പക്ഷെ അവിടുത്തെ പ്രതിഷ്ഠയോ 2 കൈയല്ല, 4 കൈയാ അല്ലേ? അപ്പൊ ചതുർഭുജനായിട്ട് വൈകുണ്ഠത്തിലും ദ്വിഭുജനായിട്ട് ഗോലോകത്തും വസിക്കുന്നത് ഒരേ ബ്രഹ്മമാണ്. അതുകൊണ്ടാണ് സാക്ഷാൽ ബ്രഹ്മം എന്ന് പറയുന്നത് വിഷ്ണുവാണ് അല്ലെങ്കിൽ കൃഷ്ണനാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആലോചിക്കണം. പിന്നെ അപ്പൊ ശിവനെ ദോഷിച്ചില്ല. ശിവനും ഇത് തന്നെ ഒന്നിന്റെ 3 ഭാവമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതിന്റെ 3ഉം ഒന്ന് തന്നെയാണ്. അതിന്റെ 3 ഭാവം, 3 പേരിട്ട് വിളിച്ചു. അതാ ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞത്. അച്ഛ എന്ന് വിളിക്കുന്നു, അമ്മാവ എന്ന് വിളിക്കുന്നു, വലിയച്ഛ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ ഞാൻ വിളി കേൾക്കും. 3 ആളല്ല എന്ന് പറഞ്ഞ പോലെ ഒന്നിന്റെ 3 ഭാവങ്ങൾ തന്നെയാണ് ഇത്. സാക്ഷാൽ ബ്രഹ്മത്തിന്റെ അതിന്റെ പ്രതീകമാണ് ശിവലിംഗം. അപ്പോ ഇവിടെ പറയുന്നു ശ്രീരാമന്റെ വനയാത്ര എന്ന് പറഞ്ഞ വനത്തിലേക്ക് പോകുന്ന നിഗൂഢമായിട്ടുള്ള അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അന്ധകാരത്തിലേക്ക് ആര് ഇറങ്ങിപ്പോകുന്നു? സാക്ഷാൽ ബ്രഹ്മം ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ബ്രഹ്മം അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? അന്ധകാരം ഇല്ലാതാകുന്നു. അതാ സംഭവിച്ചത്. അവിടെ പോയിട്ടുള്ള രാക്ഷസന്മാരെ എല്ലാം ഇല്ലാതാക്കി രാവണവധവും കഴിഞ്ഞ് തിരിച്ചു. ഇനി മറ്റൊരു ആരോപണം വാൽമീകി രാമായണത്തിൽ പറയുന്നു മായാസീതയല്ല. ശരി, എന്താ ഈ മായാസീത എന്ന് പറഞ്ഞാൽ? സാക്ഷാൽ ലക്ഷ്മി ദേവി സീത തന്നെയാണ് രാമന്റെ കൂടെയെങ്കിൽ രാവണൻ വന്ന് നോക്കുമ്പോൾ എന്താ കാണുക? സാക്ഷാൽ വൈകുണ്ഠമാണ് കാണുക.
സീതയല്ലേ കാണുക, തൊഴുതു പോരെയുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യില്ല. ഈ ലക്ഷ്മണന് പകരം ഭരതനായിരുന്നെങ്കിലും പലരും ചോദിക്കും, ഏട്ടൻ പോകുമ്പോൾ പിന്നെ തൊട്ടടുത്താണല്ലേ ആദ്യം പിന്നെ പോകേണ്ടത്, അപ്പൊ ഭരതനല്ലേ? അതെ, പിന്നെന്താ ലക്ഷ്മണനെ കൊണ്ടുപോകാൻ കാരണമുണ്ട്? ലക്ഷ്മണൻ അനന്തനാണ്, മറ്റ് മഹാവിഷ്ണു. തൻ്റെ ശക്തിയെ കുറച്ച് കാണിക്കാൻ ഇതിൽ രണ്ടുപേർക്കും കഴിയും. എന്നാൽ ശംഖിനും ചക്രത്തിന് ഇത് പറ്റില്ല. ആരെങ്കിലും എടുത്ത് ഊതിക്കഴിഞ്ഞാലേ നാദം പുറപ്പെടുള്ളൂ. അതിന് കുറയ്ക്കാനും പറ്റില്ല, കൂട്ടാനും പറ്റില്ല. തേജസ്സിന് ചക്രവും അത് തന്നെ. അതെങ്കിലും മഹാവിഷ്ണു എടുത്ത് ഉപയോഗിച്ചാലേ അത് പോവുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണോ ജനിച്ചത് അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോ രാവണൻ വന്നു നോക്കുമ്പോ ഭരതനെ കാണുക വെച്ചെങ്കിലോ ശംഖരൂപത്തിലെ വൈകുണ്ഠാണ് കാണുന്നത്. അപ്പൊ തൊഴുത് തിരിച്ചു പോരും. ശത്രുഘ്നാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ, തിരിച്ചു പോരും. പക്ഷെ ലക്ഷ്മണനാണെങ്കിൽ അങ്ങനെയല്ല. ലക്ഷ്മണൻ ജീവനുള്ളതാണ്. മറ്റ് ചൈതന്യം, ചക്രത്തിന് ജീവനില്ല, ചൈതന്യമുണ്ട്. ശംഖിനും ജീവനില്ല, ചൈതന്യമുണ്ട്. പക്ഷെ അനന്തൻ അങ്ങനെയല്ല. എന്നാൽ ഇത് രണ്ടും ഒന്നല്ലേ? അതെ, ചക്രത്തിലും ശംഖിലും ജീവഭാവം മങ്ങിയിരിക്കുന്നു, ഇതിലങ്ങനെയല്ല. പക്ഷെ ഇതില് ഗീതയിൽ തന്നെ പറയുന്നത്, നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റൊരാളെ മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഭാഷയ്ക്ക് പരിധിയുണ്ട്. ആത്മാവും ജീവനും തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചാൽ വ്യത്യാസമൊന്നുമില്ല. അതിനാ ഞാൻ തന്നെ പറഞ്ഞത്, അഗ്നിയും പ്രകാശം പോലെയാണ്. രണ്ടും രണ്ടാണ്, ആത്മാവും ജീവനും രണ്ടും രണ്ടാണ്. പക്ഷേ അഗ്നിയും പ്രകാശം പോലെയാണ്. അഗ്നി എവിടെയുണ്ടോ അവിടെ പ്രകാശമുണ്ട്, പ്രകാശം എവിടെയുണ്ടോ അവിടെ അഗ്നിയുമുണ്ട്. എന്നാൽ ഇത് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് ജീവനും ആത്മാവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ആത്മാവിനെ മാത്രമല്ല ജീവാത്മാവ് എന്ന് പറയുന്നത്. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്ന് പറയുന്നത് തന്നെയാണ് ജീവാത്മാവ്. കാരണം ജീവൻ കൂടെ ഉണ്ട് എന്നാണ്. അപ്പോ മായാസീത അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ പറയുന്നുണ്ട്, രാവണന്റെ വരവുണ്ട്, അതുകൊണ്ട് നീ മറഞ്ഞിരിക്കെ, നിന്റെ മായാഭാവത്തെ അവിടെ നിർത്ത്. അഗ്നിദേവൻ വന്നിട്ടും പറയുന്നുണ്ട്, മായാഭാവത്തെ അവിടെ നിർത്തിയിട്ട്. അങ്ങനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനം. രണ്ടായാലും മായാസീതയാണ്. എന്തുകൊണ്ട് മായാസീതയാണെന്ന് പറഞ്ഞു? ലക്ഷ്മണ എന്ന് രാമന്റെ ശബ്ദത്തിൽ മാരീചൻ വിളിച്ച സമയത്ത് സീത ലക്ഷ്മണനോട് എന്തൊക്കെയാ പറഞ്ഞത് ഇല്ലേ? യഥാർത്ഥ സീത ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം സ്വന്തം മകനെ പോലെയാ കാണുന്നത്. പറയില്ല. കാരണം സീതയുടെ മുന്നിൽ വെച്ചിട്ടാണ് സുമിത്ര പറഞ്ഞത്, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്ന് പറഞ്ഞത് സീതയുടെയും മുന്നിൽ വെച്ചിട്ടാണ് സുമിത്ര പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെയാണ് ലക്ഷ്മണൻ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ സീത ഒരിക്കലും പറയില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ അവിടുന്ന് പോകൂല്ല. ലക്ഷ്മണൻ പോയിട്ടില്ലെങ്കിൽ രാവണന് വന്ന് വേണേൽ മോഷ്ടിക്കാനും പറ്റില്ല. രാവണന് വന്ന് മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ രാവണവധവും നടക്കില്ല. അതുകൊണ്ട് മായാസീതയായേ പറ്റൂ. അപ്പോ മായാസീതയാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ അതല്ലാന്ന് പറയാൻ പറ്റില്ല. അതല്ലേ ഇന്നലെ പറഞ്ഞൊരു പ്രഭാഷകൻ പറഞ്ഞ പോലെ, ഭഗവത്ഗീത 17-ാം അധ്യായത്തിൽ മാംസം ഭക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മാംസം ഭക്ഷിക്കാന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, തൈത്തിരിയോപനിഷത്തിൽ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മയെയും അച്ഛനെയും വഴക്ക് പറയരുതെന്നോ ദ്രോഹിക്കരുതെന്നോ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ചെയ്യാന്നാണ്. ഒന്ന് പറഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ അത് ആകാന്ന് എങ്ങനെ തീരുമാനിക്കുന്നത്? ഇവിടെയാണ് അതാ ഞാൻ പറഞ്ഞത്, അപ്പോഴൊക്കെയാണ് ഈ ദേഷ്യം വരിക. ഏത്? വിവരമുള്ളവർ വിവരക്കേട് പറയുമ്പോൾ. ഒന്ന് പറഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ അതില്ലാന്ന് എങ്ങനെ തീരുമാനിക്കും? ഒരു കാര്യം പറയാൻ ചില കാരണങ്ങളില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലെ എവിടെയെങ്കിലും കല്യാണത്തിന് ചിലപ്പോ ഈ മോഹൻലാലോ മമ്മൂട്ടിയോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേപ്പറിൽ വരും അല്ലേ? താരങ്ങൾ വന്നു എന്ന് വെച്ച് നമ്മുടെ വലിയച്ഛനും ചെറിയ അമ്മയും ഒന്നും വന്നില്ല എന്നാണ് അർത്ഥം. ഇയാൾ മാത്രമേ വന്നുള്ളൂ, ഇയാളുടെ പേര് മാത്രമല്ലേ വന്നിട്ടുള്ളൂ, അപ്പൊ ബാക്കിയുള്ളവരാരും വന്നില്ലേ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോ രാമായണത്തിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ഈ കാര്യം പറയുമ്പോൾ
രാമായണത്തിൽ പറഞ്ഞ ഒന്ന് ദശരഥൻ മരിച്ച സമയത്ത്, പിന്നെ ജടായു മരിച്ച സമയത്ത് രാമൻ കുളിച്ച് ക്രിയ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ 14 വർഷത്തിൽ 2 പ്രാവശ്യം രാമൻ കുളിച്ചിട്ടുള്ളൂ. ഒരാളുടെ സംശയമാണ്, ശരിയല്ലേ? ആ 2 പ്രാവശ്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, സംഗതി ശരിയാണ്. ആലോചിച്ച് നോക്ക്, രാമൻ മൂത്രമൊഴിച്ചു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. രാമനും ലക്ഷ്മണനും സീത ഒന്നും. അപ്പൊ അതൊന്നും ഇല്ലാന്നോ? എന്താ അത്? ഭക്തിച്ച കാരണമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പുറത്തു പോയ കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ ഒക്കെ ഇങ്ങനെ തിന്നുക, ഒന്നും പുറത്തേക്ക് കളയുന്നില്ല. ഇതാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് ചെയ്യും ഈ ജാതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ? അപ്പൊ ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ. കുളി മറ്റതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെയാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടെ? അതിനൊരു ചോദ്യം ചോദിക്കണം. എന്താ? ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുമ്പോൾ പ്രത്യേക ഒരു സന്ദർഭമായതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കവിതയാണ്. ഈ കവിതയിൽ വൃത്തം ഒപ്പിച്ച് വരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ അതില്ല എന്ന് പറയാൻ പറ്റില്ല. അത് മുഴുവൻ വായിച്ച മനസ്സിലാകുമല്ലോ. സത്വഗുണ ഭക്ഷണമേത്, രജോ ഗുണ ഭക്ഷണമേത്, തമോ ഗുണ ഭക്ഷണമേത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധ്യായത്തിൽ 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ട അത് തിരഞ്ഞെടുത്താൽ പോരെ. തമോ ഗുണമാണോ വേണ്ടത്? 4 ദിവസം പഴക്കമുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള അതാണോ തമോ ഗുണം? ഇറച്ചി കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. അതേമാതിരി അതികഠിനമായി എരിയും മുളകും ഉപ്പും മധുരമൊക്കെ സാധനമാണോ കഴിച്ചോ? അതോ മിതമായ രീതിയിൽ രസങ്ങൾ ഉള്ളതാണോ വേണ്ടത്? ഏതാ ഇഷ്ടം കഴിച്ചോ, ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത് കഴിക്കണം, തമോ ഗുണ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതിനാണ് നമുക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുള്ളത്. അന്ന് തിരഞ്ഞെടുക്കുക അല്ലേ? എല്ലാവരും കഴിക്കുന്ന എന്താ കുഴപ്പമെന്നല്ല, നമുക്ക് എന്താണ് ആവശ്യം? സത്വഗുണം. ഈ മാംസഭക്ഷണം സ്ഥിരമായിട്ട് കഴിച്ചാൽ എന്താ കുഴപ്പമറിയോ? പഞ്ചപ്രാണങ്ങൾ, പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, ഇതിന്റെ പ്രവർത്തനങ്ങൾ പലതാണ്. ആ പ്രവർത്തനങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. ഇത് മാത്രമാണോ പ്രവർത്തനം? അല്ല, പല പ്രവർത്തനമുണ്ട്. ഭക്ഷണം കഴിക്കണം എന്ന ആഗ്രഹത്തെ ഉണ്ടാക്കുന്ന പ്രാണൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച ഭക്ഷണത്തെ വേർതിരിച്ച് സത്വൊക്കെ എടുത്തിട്ട് അസത്തായതിനെ മലമൂത്രങ്ങളാക്കി പുറത്തേക്ക് വിടുന്നത് അപാനൻ. ശേഷിച്ച സത്തിനെ സൂക്ഷിച്ചു വെക്കുന്ന അവസ്ഥയ്ക്ക് വ്യാനൻ. ഈ സൂക്ഷിച്ചതിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് സമാനൻ. നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം ബുദ്ധിയായിട്ട് മാറുന്നുണ്ട്, അത് ഉദാനൻ, മാറ്റുന്നത്. അപ്പം മൃഗമാംസം സ്ഥിരമായിട്ട് കഴിച്ചാലോ ഒരു ഭാഗം മൃഗബുദ്ധിയായിട്ട് ഇങ്ങനെ വരും. അതാണ് മഹിഷി എന്ന് പറയുന്നത്. നിയന്ത്രണമില്ലാത്ത അവസ്ഥ വരും അല്ലേ? ഈ മഹിഷി എരുമ അല്ലെങ്കിൽ മഹിഷം പോത്തതിന്റെ സ്വഭാവം എന്താ അറിയുക? അവിടെ കുറച്ച് പുല്ല് കണ്ടിട്ടുണ്ടാവും, തിന്നാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. പക്ഷെ ചെന്നെത്തുന്നത് അവിടെ ഇരിക്കും. അതിന്റെ നിയന്ത്രണത്തിലല്ലാതെ കാളയെയോ പശുവിനോ പുറത്തേക്ക് വിട്ട് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലാതെ തെരഞ്ഞ് വീട് വന്നോളും. പക്ഷെ പോത്താണച്ചെങ്കിൽ 2 ലക്ഷം രൂപ പറഞ്ഞു വെച്ചത് പറ്റിയായിരിക്കും. ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പോണം, അല്ലെങ്കിൽ ആൺകുട്ടികൾ കൊണ്ടുപോയിനെ അതെവിടെയെങ്കിലും മേപ്പട്ടേക്ക് വായും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. കാരണം അതിനറിയാം വീടിൻ്റെ സ്ഥലത്താണ്, പക്ഷേ അതിൻ്റെ നിയന്ത്രണത്തിലല്ല ശരീരം. കാളവണ്ടിയും പോത്തുവണ്ടി ഇപ്പൊന്നും കാണില്ല. അഥവാ എവിടെയെങ്കിലും കാണുമ്പോൾ ശ്രദ്ധിക്കുക. പോത്തുവണ്ടിയും കാളവണ്ടിയും പോവെച്ചെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അല്ല, കാളവണ്ടി പശുവിനെയൊക്കെ കിട്ടിയാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. പോത്തുവണ്ടി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാടി ഈ നുഖം കഴുത്തിലുണ്ടാവുക. ഇതാണ് നിയന്ത്രണം. സ്വന്തം ശരീരം നിയന്ത്രണത്തിലല്ല. ചിന്തിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ ചെയ്യുന്നത് നേരെ വിപരീതം. ഇതാണ് മഹിഷ സ്വഭാവം. ഇതാണ് രാവണന്റെ സ്വഭാവം. മഹിഷ സ്വഭാവമാണ്. രാവണൻ 6 ശാസ്ത്രങ്ങളിലും 4 വേദങ്ങളിലും പണ്ഡിതനാണ്. ശിക്ഷാ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, 6 ശാസ്ത്രങ്ങൾ. ഋക്ക്, യജു, സാമം, അഥർവം, 4 വേദങ്ങൾ. അങ്ങനെയാണ് 10 തലണ്ടെന്ന് സങ്കല്പം. അല്ലാതെ വികൃതമായ 10 തലകളല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നേരെ വിപരീതം ചെയ്യും ഈ ജ്ഞാനക്കം. ഇതാണ് മഹിഷി സ്വഭാവം. അപ്പൊ ആ രാവണവധമാണ് നടത്തിയത്, മഹിഷി മർദ്ദനം. ആര്? രാമൻ. അപ്പൊ രാമൻ ആരാ? ശാസ്താവ്. ഇതും ഒരർത്ഥമാണ്. മഹിഷി മർദ്ദനം നടത്തിയ ശാസ്താവാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാലോ എവിടെയെല്ലാം അധർമ്മം വരുന്നുവോ
അവിടെയെല്ലാം അധർമ്മത്തെ ഇല്ലാതാക്കുന്ന അവതാരങ്ങളെയാണ് ധർമ്മശാസ്താവ്, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നവൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ മാത്രമേ അറിയൂന്ന് മാത്രം, മണികണ്ഠൻ. എന്നാൽ രാമനും ധർമ്മശാസ്താവാണ്. കാരണം മഹിഷിയെ ഇവിടെ വധിച്ചു. ആരാണ് മഹിഷി? ഈ സ്വഭാവത്തോട് കൂടിയത്. എല്ലാം അറിയാം, നേരെ വിപരീതേ ചെയ്യൂ. ഇപ്പം മഹിഷന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമത്തിനെതിരെ സ്റ്റേജിൽ കയറി ഘോരഘോരം പ്രസംഗിച്ചു. സൗകര്യം കിട്ടിയാൽ ആയി പ്രസംഗിക്കുന്നവൻ തന്നെ ഇത് ചെയ്യും. മഹിഷമാണ്. അങ്ങനെ പോത്തുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം ഇപ്പോ. അതുകൊണ്ടാണ് സാധാരണ അവതാരങ്ങളൊന്നും പോരാ, കൽക്കി തന്നെ വരണം, സർവം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് കൽക്കി അവതാരത്തിന്റെ പ്രത്യേകത. അപ്പോ എന്താ പറഞ്ഞു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ മഹിഷി മർദ്ദനം എന്ന് പറയുന്നത് രാമനും നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിശാലമായ അർത്ഥതലങ്ങളിലൂടെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം പോകുന്നത്. വരരുചി രാമം ദശരഥം വിന്ധ്യം എന്ന് പറയുന്ന ഈ ശ്ലോകത്തിന് 24 തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ് വരരുചി. അപ്പൊ എത്രങ്ങാനും അർത്ഥം ഉണ്ടായിരിക്കും അതിന്. അതുകൊണ്ട് തന്നെ രാമായണം എന്നും എത്ര വായിച്ചാലും അതിനപ്പുറത്ത് അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവും, തത്വം അതിലൊന്നും ഉണ്ടാവും. എത്രയും എടുക്കാൻ പറ്റാത്ത അത്രയും ഉണ്ടായിരിക്കും. ഇനി രാമനെ പറ്റിയുള്ള മറ്റൊരു ആരോപണം സംഭൂകവധം, ജംബൂകവധം, സംഭൂകവധം എന്നൊക്കെ പറയും. ശൂദ്രനെ വധിച്ചു. സംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രനെ രാമൻ വധിച്ചു. ഇതൊരു സിംബോളിക് കഥയാണ്. അഹല്യാമോക്ഷത്തിന്റെ കാര്യം പറഞ്ഞ പോലെ. എന്താ കഥ? ഒരു ബ്രാഹ്മണന്റെ 10 പുത്രന്മാരിൽ ഒരാൾ മരിച്ചു. ആ സമയത്ത് നാരദ മഹർഷി വന്നു, രാമ, ഒരു ശൂദ്രൻ തലകീഴായി തപസ് ചെയ്യുന്നുണ്ട്, അവനെ വധിക്കണം. ഉടനെ രാമൻ പോയി അവനെ വധിച്ചു. ബ്രാഹ്മണന്റെ കുട്ടി ഇവിടെ ജീവിക്കുകയും ചെയ്തു. ഇതാണ് കഥ. അപ്പൊ ചില ചോദ്യങ്ങൾ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മരിച്ച ആൾ ജീവിക്കും. അതെങ്ങനെയത്? സംഭൂകനെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ മരിച്ച കുട്ടി എങ്ങനെ ജീവിക്കുന്നത്? ഒരു സംശയം. പിന്നെ ഒരു നിസ്സാരനായി ഒരുത്തനെ മരിക്കാൻ രാജാവായ രാമൻ തന്നെ എന്തിനു പോകണം? ഭടന്മാരില്ല ഇവിടെ, വിട്ടാ പോരെ? അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന അനിയന്മാർ ഇവിടെ അല്ലേ 3 പേര്, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൊക്കെ അല്ലേ, വിട്ടാ പോരെ? രാമൻ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതിലൊരർത്ഥമുണ്ട്. ആരായി ശൂദ്രൻ? അറിവില്ലാത്തവൻ, അജ്ഞാനിയാണ്. ജന്മനാജായതേ ശൂദ്ര എന്ന് പറയും. നമ്മളൊക്കെ ജനിക്കുമ്പോൾ ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. കാരണം അറിവില്ല, ഒന്നും അറിയില്ല. കിടന്ന് കരയാൻ മാത്രമേ അറിയുള്ളൂ. കിടന്നോടത്ത് കിടന്ന് വയറ്റിന്ന് പോകും, മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ജന്മനാജായതേ ശൂദ്ര എന്ന് പറയാൻ കാരണം. ജനിക്കുമ്പോൾ ശൂദ്രനാണ്, അറിവില്ല. അപ്പൊ ഇവന്റെ ആഗ്രഹം എന്താ? ഈ സംഭൂകന്റെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകണം. അതിനായി തപസ്. സ്വർഗം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല, മോക്ഷമാണ്. പിന്നെ ഉടലോട് കൂടിയിട്ട് എങ്ങനെയാ പോകുന്നത്? അതും പറ്റില്ല. ഓരോ ലോകത്തിനും ഓരോ ശരീരം വേണം, അല്ലേ? അതിപ്പോ നമുക്ക് നോക്കിയാൽ അറിയാലോ. കടലിനടിയിലെ ഈ ശരീരം വെച്ച് അതിന്റെ ഇടയിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. കൃത്രിമമായിട്ട് പലതും ഘടിപ്പിച്ചിട്ടല്ലേ പോകുന്നത്, കടലിനുള്ളിൽ പോകുന്നത്, അല്ലേ? ഇതേമാതിരി ഇറങ്ങിപ്പോയാലോ 3-ാം ദിവസം പൊങ്ങും, അല്ല വേറെ കുഴപ്പമൊന്നും വരില്ല. അതിനെയാണ് ആത്മഹത്യ എന്നൊക്കെ പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ ഓരോ ലോകത്തിനും ഓരോ ശരീരം വേണം. അതേമാതിരി മത്സ്യത്തിന് അങ്ങനെ പിടിച്ച് കരയിലിട്ട് കഴിഞ്ഞാൽ തീർന്നു അതിന്റെ കാര്യം. പിന്നെ കരയിലും ജലത്തിലും ജീവിക്കുന്ന ചില മത്സ്യങ്ങളും ജീവികളൊക്കെ ഉണ്ടെന്ന് മാത്രം. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ അതാണ് നമ്മൾ ഓരോ ലോകത്തിനും ഓരോ ശരീരമാണ്. അപ്പൊ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അത് പറഞ്ഞിട്ടാ തപസ്. തപസ്സാണെങ്കിലോ കേമമാണ്. ഇനി രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് രാമനെ ധ്യാനിച്ചുകൊണ്ട് തപസ്. അപ്പൊ തപസ്സിന് ഫലം വേണ്ടേ? രാമൻ പ്രത്യക്ഷപ്പെടണ്ടേ? തപസ് തെറ്റായാലും ശരിയും തപസ്സാണല്ലോ, ഭഗവാൻ ഉറപ്പിച്ചിട്ടല്ലേ. അതിനുകൊണ്ടാണ് നാരദ മഹർഷി രാമനോട് ചെല്ലാൻ പറഞ്ഞത്. രാമൻ ചെന്നു, തപസ് നിർത്തി, നമസ്കരിച്ചു, പറഞ്ഞു ഇങ്ങനെയല്ല തപസ് ചെയ്യേണ്ടത്, ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവനിലെ ശൂദ്രത്വം നീങ്ങി. അവൻ ബ്രാഹ്മണനായി തീർന്നു, അറിവുള്ളവനായി തീർന്നു, അജ്ഞാനം മുഴുവൻ പോയി. അതാണ് രാമൻ ശൂദ്രനെ കൊന്നു എന്ന് പറഞ്ഞാൽ ശൂദ്രഭാവത്തെ കൊന്നു എന്നാണ്, അല്ല തലവെട്ടി എന്നല്ല അർത്ഥം. അതൊക്കെ പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളാണ്. പിന്നെ അവൻ തപസ് ചെയ്ത് മുക്തി നേടി. അപ്പോൾ ബ്രാഹ്മണന്റെ മകൻ ജനിച്ചു. എന്താ കാരണം? അപ്പൊ ബ്രാഹ്മണന്റെ മകൻ ആരാ?
യോഗസ്തപോധമം ദാനം സത്യം ശൗചം ദയാസുതം വിദ്യ വിജ്ഞാനമാസ്തിക്യമേ തദ്ബ്രാഹ്മണ ലക്ഷണ. 10 ലക്ഷണങ്ങളാണ് ബ്രാഹ്മണൻ. ആ ലക്ഷണങ്ങളിൽ ഒന്ന് പോയാൽ പോയി കാര്യം, പിന്നെ ബ്രാഹ്മണനല്ല. ഏതാ 10 ലക്ഷണം? യോഗ, തപോ, ദമം, ദാനം, സത്യം, ശൗചം, ദയ, ശ്രുതം, വിദ്യ, വിജ്ഞാനം. ഈ 10 ഗുണങ്ങളിൽ വിദ്യ പോയി, ജ്ഞാനം ഇല്ല. അതുകൊണ്ടാണല്ലോ തലകീഴായി തപസ്. ഒന്നാമത് തലകീഴായിട്ട് നിന്നിട്ടല്ല തപസ് ചെയ്യേണ്ടത്. പക്ഷെ അതൊക്കെ നേരായതോടുകൂടി ഈ 10 ഗുണങ്ങളെയാണ് 10 പുത്രന്മാർ എന്ന് പറയുന്നത്. പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പും എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നു, രക്ഷിക്കുന്നവൻ മാത്രം, പിതാവിനെ രക്ഷിക്കുന്നവൻ. അപ്പൊ പിതാവായ ബ്രാഹ്മണൻ എന്ന പദം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ 10 ഗുണങ്ങൾ വേണം. ഒന്നില്ലെങ്കിൽ നിലനിൽക്കില്ല. അതാപ്പോ അവിടെ സംഭവിച്ചത്. അപ്പൊ ഉടനെ അവന് ജ്ഞാനം കിട്ടിയതോടുകൂടി ഇവിടെ പ്രശ്നം തീർന്നു. ഈ ഒരു തത്വമാണ് സംഭൂകവധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാതെ രാമൻ പോയിട്ട് വെറുതെ ഒരാളെ ഒരു കാരണം കൂടാതെ. ഇത് ഇങ്ങനെ ആർക്കും രഹസ്യം. ഇതാണ് രഹസ്യം എന്ന് പറയുന്നത്. ഇതാണ് രാമരഹസ്യം എന്ന് പറയുന്നത്. ഇതാണ് രാമന്റെ രഹസ്യം. അങ്ങനെ ആ രൂപത്തിലാണ് രാമനെ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ബാഹ്യമായിട്ട് എടുത്തുകൊണ്ട് അതിനെ വിമർശിക്കുകയാണ് ചില ആൾക്കാർ ചെയ്യുന്നത്. സീതയെ ഒഴിവാക്കിയില്ലേ? ഗർഭിണിയായ സീതയെ രാമൻ ഒഴിവാക്കിയോ? അധ്യാത്മരാമായണം, പിന്നെ സംസ്കൃതം രാമായണം, ഉത്തരകാണ്ഡം എടുത്തു നോക്കുക, പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് നമുക്ക് ആധികാരം. അതാണ് പിന്നെ പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന തത്വങ്ങളോട് കൂടിയ രാമകഥ അധ്യാത്മരാമായണമാണ്. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനെന്താ പറയുന്നത്? ദേവന്മാർ വരുന്നു, ഒരു ദിവസം രാമനില്ലാത്ത സമയത്ത് ദേവിയെ കാണുന്നു, സീതയെ കാണുന്നു, പറയുന്നു ഭവതി ഇവിടെ ഉള്ളത് കൊണ്ടാണ് രാമൻ ഇവിടെ നിൽക്കുന്നത്, വൈകുണ്ഠത്തിലേക്ക് വരാറായി, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം, ദേവി ആദ്യം അങ്ങോട്ട് വരണം, രാമൻ വന്നാൽ പറയാം. അങ്ങനെ രാമൻ വന്നു, ദേവന്മാർ വന്ന് വിവരം പറഞ്ഞു. അപ്പൊ രാമൻ പറഞ്ഞു, ഞാനെല്ലാം തീരുമാനിച്ചിരിക്കുന്നു, അപവാദം എന്ന വ്യാജേനെ ആദ്യം നിന്നെ ഞാൻ ഒഴിവാക്കുന്നു. വാൽമീകിയുടെ ആശ്രമ പ്രദേശത്ത് അവിടെ വെച്ച് നീ 2 കുട്ടികൾക്ക് ജന്മം നൽകും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കണ്ടുമുട്ടും. അന്ന് നല്ലൊരു ശപഥം ചെയ്തതിന് ശേഷം ഭൂമി പിളർന്ന വിടവിലൂടെ നീ വൈകുണ്ഠത്തിലേക്ക് പോവുക, പുറകെ ഞാനും വരുന്നതാണ്. ഭാര്യയും ഭർത്താവും അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ലാതെ ഗർഭിണിയായ ഭാര്യയെ ഒഴിവാക്കിയതോ ദുഃഖിപ്പിച്ചതൊന്നുമല്ല. മനുഷ്യൻ നമുക്കങ്ങനെ തോന്നാം. ഈ ശരശയ്യയിൽ വീണ ഭീഷ്മര് കിടക്കുമ്പോൾ കാണുന്നവർക്കൊക്കെ ദുഃഖമാണ്. കാരണം കൂർത്തുമൂർത്ത ശരത്തിന്റെ മുകളിലേ കിടക്കണത്. പക്ഷെ ഭീഷ്മർക്കൊന്നുമില്ല. യോഗം കൊണ്ട്, യോഗവിദ്യ കൊണ്ട് വേദനയൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് കിടക്കണത്. ഭീഷ്മര് സുഖമായിട്ടാണ് കിടക്കണത്. അതാണ് തലയണൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോ വേണ്ട, അതും അസ്ത്രം മതി എന്ന് പറഞ്ഞത്. സുഖമായിട്ട് കിടക്കാണ് കൂർപ്പിന്റെ മുകളില്. കാരണം ധ്യാനത്തിലൂടെ തൻ്റെ ബോധത്തെ മുഴുവനും അകറ്റിക്കളഞ്ഞു. അങ്ങനെയാണ് സ്വയം പോവുക ചെയ്യുന്നത്. അതിന് മുമ്പ്, അങ്ങനെ ആ ബോധം പോകുന്നതിന് മുൻപാണ് ഭഗവാൻ കൃഷ്ണനെ നോക്കി സഹസ്രനാമം ചൊല്ലിയത്, വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത്. ആ കഴിഞ്ഞ ഇതിന് മുമ്പാണ് യുധിഷ്ഠിരന് ധർമ്മോപദേശം നൽകിയത്. ചിലർ ചോദിക്കും, കൃഷ്ണന് ഗീത ഉപദേശിച്ചില്ലേ അർജുനെ? പിന്നെ കൃഷ്ണനെ ഉപദേശിച്ചു കൊടുത്താൽ പോരെ യുധിഷ്ഠിരന്? എന്തുകൊണ്ട് ഭീഷ്മർ അങ്ങനെയല്ല? ഭീഷ്മർ എന്ന് പറഞ്ഞ പ്രായം കൊണ്ട്, അനുഭവം കൊണ്ട് ഒരാളുണ്ടാകുമ്പോൾ അവരാണത് ചെയ്യേണ്ടത്. ഗീത ഉപദേശിക്കുന്ന സമയത്ത് ഭീഷ്മർ അപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ ഭീഷ്മരോട് ഉപദേശിക്കാൻ പറയാൻ പറ്റില്ല, ഇവിടെ കൃഷ്ണനേ ഉള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ധർമ്മോപദേശം നൽകേണ്ടത് ഭീഷ്മരാണ്. എള്ളയിൽ വെച്ച് ഏറ്റവും പ്രായം കൂടുതലുള്ള ആളാണ്. പാണ്ഡവന്മാരിലും കൗരവന്മാരിലും വെച്ച് ധൃതരാഷ്ട്രയേക്കാൾ പ്രായമുള്ള ആളാണ്. അപ്പൊ ഭീഷ്മരാണ് അതിന് അർഹത. അതിനാണ് കൃഷ്ണൻ ഒരു തേജസ് നൽകിയത്. വേദനയൊക്കെ ഒഴിവാക്കി ഉപദേശിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വിഷ്ണു സഹസ്രനാമവും ചൊല്ലി മകരമാസം 1-ാം തീയതി ഉത്തരായണം തുടങ്ങുന്ന ദിവസം
മരിക്കുകയും ചെയ്തു, നിർവ്വാണം പ്രാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭീഷ്മർക്ക് വേദനയുണ്ട് നമുക്കാ തോന്നുന്നത്, ഭീഷ്മർക്ക് വേദനയൊന്നുമില്ല പലപ്പോഴും, അല്ലേ? ഇപ്പൊ ഈ കുതിരയുടെ മാതിരിയാണ്. കുതിരയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അടിച്ചു കഴിഞ്ഞാൽ വേദനയ്ക്കില്ല, വേദന അനുഭവമില്ല, ഒരു സ്പർശനം മാത്രമേക്കുള്ളൂ. അതിലെ അടിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത് കോപിക്കുന്നില്ലല്ലോ ആ സമയത്ത് കുതിര. ബാക്കി ഏത് മൃഗവും വേദനിച്ച് അത്യധികം വേദനിച്ചു കഴിഞ്ഞാൽ കോപിക്കും. ആന കോപിക്കും, കാളയായാലും ശരി. ഈ കാള വണ്ടിയിലല്ലാതെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അതിന് ഉപദ്രവിക്കുകയാണെന്ന് അത് തിരിഞ്ഞു കുത്താൻ നോക്കും. കുതിര ചെയ്യില്ല. എന്തുകൊണ്ട്? കുതിരയ്ക്കത് വേദന അനുഭവപ്പെടുന്നില്ല. അടിക്കും തോറും അതിന് പ്രോത്സാഹനമായിട്ട് വരണം. അതിലെ കാല് ഒടിഞ്ഞിട്ട് വീണ്ടും കുതിര മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ധൈര്യമുണ്ട് അതിന്, ഭയമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ശക്തി എത്രയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ യന്ത്രങ്ങൾക്കൊക്കെ അതാണ്. 1 HP 2 HP എന്നൊക്കെ പറയില്ലേ, 1/2 HP ഹോഴ്സ് പവർ. അപ്പൊ കുതിരയുടെ ശക്തി എത്രയാണെന്ന് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആനയുടെ ശക്തി എത്രയാണെന്ന് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആനയ്ക്ക് ഭയമുണ്ട്. ചിലപ്പോൾ നല്ല ശക്തി, മരക്കെ പിഴുതെറിയും. അതേ സമയത്ത് ഇയാൾ വടികൊണ്ടടിച്ചാൽ കിടന്ന് കരിയും ചെയ്യും. അപ്പൊ ഭയമുണ്ട് ആനയ്ക്ക്, എന്നാൽ കുതിരയ്ക്ക് ഭയമില്ല. കാരണം അതിന് വേദനയില്ല, അതുകൊണ്ട് ഭയവുമില്ല. വേദന പറഞ്ഞാൽ അത്യധികമായിട്ട് കത്തിക്കൊണ്ട് കുത്ത് എന്തെങ്കിലും ചെയ്താൽ എന്നാലും വേദനയില്ല. സാധാരണഗതിയിൽ വെടിയൊക്കെ കണ്ടാലും കുതിര വീണ്ടും യുദ്ധത്തിനൊക്കെ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് കുതിരയെ യുദ്ധത്തിന് കാര്യമായിട്ട് എടുക്കുന്നത്. ആനപ്പടയുണ്ടെങ്കിലും കുതിരപ്പടയ്ക്കാണ് പ്രാധാന്യം. ജന്മസിദ്ധമായിട്ട് അങ്ങനെയാണ്. കാരണം കുതിര എന്ന് പറയുന്നത് ദേവന്മാരുടെ പോലും വാഹനമാണ്. ഉച്ചൈസ്രവസ് ദേവേന്ദ്രന്റെ വാഹനമാണ്. ആ ഹരിവരാസനം, ഹരിവംശത്തിൽപ്പെട്ട കുതിര, അതാണ് ശാസ്താവിന്റെ കുതിരയായിട്ട് വരാൻ പോകുന്നത്. ഇതൊക്കെയാണ് പുരാണങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ ശംഭൂകവധത്തിന്റെ രഹസ്യം ഇത്രയേ ഉള്ളൂ. അതേമാതിരി തന്നെയാണ് സീതാപരിത്യാഗത്തിന്റെ കാര്യവും. പിന്നെ ചിലർ പറയും രാമന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എവിടെ ആത്മഹത്യ? ആത്മഹത്യയും നിർവ്വാണവും രണ്ടാണ്, പ്രാപിക്കലും രണ്ടാണ്. സരയൂ നദിയിൽ ഇറങ്ങിയതോടുകൂടി പിന്നെ രാമനെ കാണാതായിട്ടുള്ളൂ. മഹാവിഷ്ണുവിനെ അവിടെ കാണുന്നുണ്ട്. അപ്പോഴാ ബ്രഹ്മാവ് പറഞ്ഞു ആഗച്ഛ വിഷ്ണു ഭദ്രം ദേ. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് രാമൻ അപ്രത്യക്ഷമായി ഉടനെ മഹാവിഷ്ണുവിനെ കണ്ടു. അവിടെ എവിടെ ആത്മഹത്യ? അഗ്നി ജ്വലിപ്പിച്ചതിൽ സീത, മായാസീത ചാടി യഥാർത്ഥ സീത പൊന്തി വന്നു. ചാടുന്നത് മാത്രമേ കണ്ടു വന്നുള്ളൂ. പിന്നെ യഥാർത്ഥ സീതയായി. ആദ്യം അങ്ങനെ തന്നെ. ആദ്യം ആരും അറിഞ്ഞില്ല, ഇതിൽ പോയി മറഞ്ഞിരുന്നു. ഇതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് കഴിയും. നമ്മുടെ കണ്ണുകളെ മറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് അതൊന്നും കാണാൻ കഴിയില്ല. എന്താ ഉണ്ടായത്? അഗ്നിയിൽ ചാടുന്നത് കണ്ടു, എല്ലാവരും പറഞ്ഞു കഷ്ടം. പിന്നെ പൊങ്ങി വരുന്നതും കണ്ടു. എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ചാരിത്ര ശുദ്ധി നോക്കാനൊന്നുമല്ല. മായാസീതയെ അങ്ങോട്ട് ഒഴിവാക്കണം, യഥാർത്ഥ സീതയെ വീണ്ടെടുക്കണം. ആ ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ആരും അറിയുന്നില്ല. അതിപ്പോ ഈ ശ്രീകൃഷ്ണന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. കാളിന്തി നദിയുടെ തീരത്ത് അവിടെ നൃത്തം നടക്കുക, ഉത്സവം, രാസലീല നടക്കുന്നു. എല്ലാ ഗോപികമാരും അവിടെയുണ്ട്. പക്ഷേ ഇവരൊക്കെ അവരുടെ വീട്ടിലുണ്ട്. ഇന്നലെ നദീതീരത്ത് രാസോത്സവം നടന്നിരുന്നു. ഗോപനോട് പറഞ്ഞു എവിടെ, ആരൊക്കെ? നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ? എൻ്റെ ഭാര്യ, എൻ്റെ മകളും പെങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഒരൊറ്റ ഗോപന്മാർ സമ്മതിക്കില്ല. കാരണം അവരൊക്കെ ഇവിടെ ഇത് ആരാ മനസ്സിലാക്കിയത്? നാരദ മഹർഷി മനസ്സിലാക്കി, വ്യാസൻ മനസ്സിലാക്കി, ശുകൻ മനസ്സിലാക്കി, ദേവന്മാരൊക്കെ മനസ്സിലാക്കി. മനുഷ്യരാരും മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെ മനസ്സിലാക്കും? എൻ്റെ പെങ്ങളും മകളും സഹോദരും പിന്നെ ഭാര്യയും ഒക്കെ എൻ്റെ വീട്ടിലുണ്ട്. പിന്നെ ഇവരൊക്കെ അവിടെ നദീതീരത്തുണ്ടായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കും. ഇതാണ് അവസ്ഥ. അതേപോലെ തന്നെയാണ് ബ്രഹ്മാവ്. ഒരിക്കലെ ഭഗവാൻ വന്ന് നോക്കുന്ന സമയത്ത് ഗോപന്മാര് പറഞ്ഞു, കൃഷ്ണ നമ്മുടെ പശുക്കളെയൊന്നും കാണാനില്ല, എന്താ പറ്റി? ഞാനൊന്ന് അന്വേഷിക്കട്ടെ പറഞ്ഞ് കൃഷ്ണൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഗോപന്മാരെയും കാണാനില്ല. പിന്നെ സംശയിച്ചില്ല. എത്ര ഗോപന്മാരുണ്ടോ അത്ര ഗോപന്മാരുടെ രൂപവും, എത്ര ഗോക്കളുണ്ടോ അത്ര ഗോക്കളുടെ രൂപവും എടുത്തു. ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ഓരോ വീട്ടിൻ്റെയും ചെന്നപ്പോൾ, ഗോപന്മാരുടെ വീട്ടിൽ ചെന്നപ്പോൾ മകൻ വന്നു പശുക്കളെയും കൊണ്ടുവന്നു, മകൻ വന്നു പശുക്കളെയും കൊണ്ടുവന്നു. ആ ഗോപന്മാരുടെ ഭാഗ്യം ആലോചിച്ചു നോക്കൂ. മകനായിട്ട് ഭഗവാനെ കാണാനുള്ള ഒരു ഭാഗ്യം, പശുക്കളെ. അതും ഇതിങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിനെ സംശയം, ഇപ്പം ഏതാ ഒറിജിനൽ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ്, ഏതാ മനസ്സിലായി. ഈ അവസ്ഥ വന്നു.
അവസാനം ബ്രഹ്മാവ് വന്ന് മാപ്പ് പറഞ്ഞു എന്നാണ്. ഇതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്നത്. ഇത് സംഭവിച്ചോ ചോദിച്ചാൽ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? കാരണം മതിഭ്രമം മനുഷ്യ മനസ്സുകൾക്കുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതങ്ങളൊക്കെ ഭ്രമിച്ചിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഓരോന്നിലും ഭ്രമിച്ചിട്ട് അക്കരെ പച്ച അത് തന്നെയാണ് ശരിയുണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവും അതല്ല തന്നെയല്ല നിങ്ങളുടെ പോലെ. ഇതൊക്കെ നമ്മുടെ സ്വഭാവമല്ല. ഈ ഭ്രമം മനുഷ്യനുള്ളതാണ്. അതുകൊണ്ട് ഇത് സംഭവിച്ചില്ല, അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു. അതാണ് ശ്രീകൃഷ്ണൻ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഗോവർദ്ധന പർവ്വതം. കണ്ട ഒരാൾ പറയുന്നു അങ്ങനെ ഉണ്ട്, പിന്നെ ഇല്ല നമ്മൾ പറഞ്ഞ അവര് സമ്മതിക്കും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ എന്ന് പറയുന്നത്. നമ്മൾ ഈ മിഥ്യ നമ്മൾ കാണുന്ന ഒന്നും ശരിയല്ല. ശരിയതാ കാണാത്തത്. അതെങ്ങനെയത്? അതെ, ബ്രഹ്മത്തെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ബ്രഹ്മത്തിന്റെ പ്രകടനം കണ്ടു. അതാണ് ഈ പ്രപഞ്ചം. അപ്പൊ യഥാർത്ഥ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോയി ആ സത്യത്തിലേക്ക് എത്തണം. അതിനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. പിന്നെ ജനനമില്ല, പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അറിഞ്ഞല്ലോ, എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിനാദ്യം തുടങ്ങണം, അതിൻ്റെ ആവശ്യമില്ല. എല്ലാം അതുകൊണ്ട് ജന്മമില്ല. പിന്നെ എന്നാൽ ഇത് സ്ഥിരമാണോ? അതല്ല. ഒരു കൽപ്പം കഴിഞ്ഞാൽ എന്താ ഈ ഒരു കൽപ്പം? 4 യുഗങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിനെ ഒരു ചതുർയുഗം എന്ന് പറയുന്നു. അങ്ങനെയുള്ള 71 ചതുർയുഗം ചേർന്നാൽ ഒരു മന്വന്തരം. അങ്ങനെയുള്ള 14 മന്വന്തരം ചേർന്നാൽ ഒരു കൽപ്പം. വീണ്ടും ഒരു കൽപ്പം കൂടി വേണം, രാത്രി കൽപ്പം. അങ്ങനെ 2 കൽപ്പം ചേർന്നാൽ ഒരു ബ്രഹ്മമാസം. അങ്ങനെ 12 ബ്രഹ്മമാസം 30 ബ്രഹ്മദിവസം. 2 കൽപ്പം ചേർന്നാൽ ബ്രഹ്മദിവസം. അങ്ങനെ 30 ബ്രഹ്മദിവസം ചേർന്ന ഒരു ബ്രഹ്മമാസം. അങ്ങനെ 12 ബ്രഹ്മമാസം തീർന്നാൽ ഒരു ബ്രഹ്മവർഷം. അങ്ങനെ 100 ബ്രഹ്മവർഷം കഴിഞ്ഞാൽ പരാന്തകാലം, മഹാപ്രളയം. അപ്പോ ഈ പരാന്തകാലത്തിൽ, ഈ പരാന്തകാലം ഒന്നേ ഉള്ളൂ അല്ല, ഈ പരാന്തകാലത്തിൽ ബ്രഹ്മാവിന് 50 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സാണല്ലോ. 51ാമത്തെ വയസ്സ് ആദ്യത്തെ പകൽ. പകൽ എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പം. ഒരു കൽപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 മന്വന്തരം. അതിൽ 6ാമത്തെ മന്വന്തരം കഴിഞ്ഞു 7ാമത്തെ മന്വന്തരം. ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 71 ചതുർയുഗം. അതിൽ 27 ചതുർയുഗം കഴിഞ്ഞു. 28ാമത്തെ ചതുർയുഗത്തിൽ കലിയുഗം 5125 വർഷമായിട്ട് നിൽക്കുക. ഇതൊക്കെ വെറുതെ പറയല്ലേ? ആയിക്കോട്ടെ, പറഞ്ഞത് വ്യാസനാണ്. വ്യാസ പൂർണിമക്ക് ആഘോഷിച്ചു തന്നല്ലേ വ്യാസ ജയന്തിയൊക്കെ അല്ലേ? ആ ഗുരുവിനെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, എനിക്ക് വിശ്വാസമാണ്, ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. കാരണം എന്താണ്? ഇനിയും എത്രയോ ജന്മങ്ങളുണ്ട്. എന്തിനാ നമ്മൾ ഈ ഇതെടുക്കുന്നത്? അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ജന്മമില്ലാത്ത അവസ്ഥ കിട്ടും. അതവരെ നമ്മൾ ജീവിതം എടുക്കുക. നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ പരിശ്രമിക്കുക. അപ്പം സുഖസമൃദ്ധമായ ജീവിതം കിട്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും സന്തോഷമാണ്. പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ. വിശ്വാസമില്ലാത്തവരെ വേണ്ട, വിശ്വസിക്കേണ്ട. എന്തും ചെയ്തു. ഈ പാലം കിടക്കുന്നത് പൊട്ടുവോ? പൊട്ടില്ലയോ? പൊട്ടിച്ചാടുവോ? നീ അവിടെ നിന്നോ, ഞാൻ പോവാ. അയാൾ കടന്നുപോയി. മറ്റൊൻ സംശയിച്ച് ഇവിടെ അങ്ങനെ നിൽക്കുക. ഇത് നിന്നോ, അവിടെ നിന്നോ. ഇപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. സംശയം. എന്തിനാ? സ്ഥിതപ്രജ്ഞനാകണം, ഉറച്ച മനസ്സാവണം. ഒന്നിലങ്ങ് ഉറക്കുക. ഏതെങ്കിലും ഒന്നിലും ഉറക്കാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് ഉറക്കണ്ടേ? അല്ലെ എങ്ങനെ കാര്യം ചെയ്യാം? എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചും കൊണ്ടിരുന്നിട്ട് പറ്റുമോ? ആലോചന നല്ല രീതിയിലായിരിക്കണം. പണ്ട് നമ്പൂരി ആലോചിച്ച മാതിരി ആവരുത് മാത്രം. നമ്പൂരി മാളികന്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പശു താഴത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 2 കൊമ്പും കൂട്ടി മുട്ടിയിട്ടുണ്ട്. അതിനെങ്ങനെ നോക്കി നിൽക്കുന്ന നമ്പൂരി. എല്ലാവരും കാണുന്നുണ്ട് ഇയാളെന്താ നോക്കുന്നത്. ഒരു ദിവസം ഇറങ്ങി വന്ന അതിൻ്റെ ഇടയിൽ കൂടെ തലയും കൊണ്ടിട്ടുണ്ട്. തലയിട്ടു ആ വള്ളത്തിൻ്റെ കൂടെ പശുവിനെയും വലിച്ചു ഓടാൻ തുടങ്ങി. അവസാനം എല്ലാവരും കൂടി കെട്ടിമറിഞ്ഞ് പിടിച്ച് പശുവിനെ നിർത്തി. എന്താ തിരുമേനി ചെയ്ത് ആലോചിക്കാതെ? കോശവൻ 6 മാസം ഞാൻ ആലോചിച്ചിട്ട് അത് ചെയ്ത്. അപ്പൊ എന്താ 6 മാസം ആലോചിച്ചത്? അതിൻ്റെ ഉള്ളിൽ കൂടെ കൊള്ളു. ഇതാണ് ആലോചിക്കുന്നത്. ആ ജാതി ആലോചനയായ ഒരു രക്ഷയില്ല.
ആലോചന രൂപത്തിലായി. ബുദ്ധിയാണ് ആലോചിക്കേണ്ടത്, മനസ്സല്ല. അങ്ങനെ ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ ബുദ്ധി ആയിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. ബുദ്ധിം തു സാരഥിം വിദ്ധി. ഈ ഭഗവത്ഗീതയില് 4 കുതിരകളാണോ 5 കുതിരകളാണോ ഉള്ള സംശയം വരും. യുദ്ധത്തിൽ 4 കുതിരകളായിരിക്കാം, പക്ഷെ 5 കുതിരകളുടെ കാര്യം പറയാൻ ഇന്ദ്രിയങ്ങളെ ശരീരരഥ വർണ്ണനയിലാണ്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ ച ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോബുദ്ധി ഭോക്തേത്യാഹോർമനീഷിനഃ. കഠോപനിഷത്തിലുള്ളത്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ ച. ശരീരം ഒരു രഥമാകുന്നു, അതിന്റെ ഉടമസ്ഥൻ ആത്മാവാകുന്നു. അതിനെ വലിച്ചു കൊണ്ടുപോകുന്നത് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളാകുന്നു. വിഷയങ്ങളാണ് അവൾക്ക് സഞ്ചരിക്കാനുള്ളത്. മനഃപ്രഗ്രഹമേച്ച, മനസ്സ് കടിഞ്ഞാണായിരിക്കണം. ബുദ്ധിം തു സാരഥിം വിദ്ധി, ബുദ്ധിയായിരിക്കണം അതിനെ നയിക്കേണ്ടത്, മനസ്സാവരുത്. എന്താ കാരണം? മനസ്സിൽ സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും, വേണ്ടാത്ത പല കാര്യങ്ങളുണ്ടാവും. ബുദ്ധിയിൽ സത്യം മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമ്മളെ എപ്പോഴും നയിക്കേണ്ടത് ബുദ്ധിയായിരിക്കണം എന്ന ഉപദേശമാണ്. ഇത് വേറെങ്ങനെ എടുത്തു വെച്ചിട്ടില്ല ഉള്ളിലിട്ടോ. ഇവിടെ ബുദ്ധി, ഇവിടെ മനസ്സ്, അങ്ങനെയല്ല. ചിന്തകളാണ് അതിനാധാരം. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ചിത്തം എന്ന് പറയും. സങ്കല്പങ്ങൾ നെയ്യുന്ന സമയത്ത്, ഭാവനകൾ സൃഷ്ടിക്കുന്ന സമയത്ത് മനസ്സ് എന്ന് പറയും. കൃത്യമായ നിശ്ചയത്തോടുകൂടി സത്യസന്ധമായ ഒരു കാര്യം തീരുമാനിക്കുക ബുദ്ധി എന്ന് പറയും. ഞാൻ എന്ന് പറയുന്ന സമയത്ത് അഹങ്കാരം എന്ന് പറയും, സാത്വിക അഹങ്കാരം. ഞാൻ അയാളെ കണ്ടു, ഞാൻ ഭക്ഷണം കഴിച്ചു, ഇതൊന്നും നമുക്ക് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഇത് സാത്വിക അഹങ്കാരം. ഇങ്ങനെ 4 ഭാവങ്ങളാണ് നമ്മുടെ അന്ധകരണത്തിനുള്ളത്. അപ്പൊ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ഞാൻ അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണെ കഴിഞ്ഞ കാര്യം ഉറപ്പാ ചിത്തമാണ് അവിടെ. കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഞാനൊരു കവിത എഴുതുക, ഭാവന, അത് മനസ്സാണ്. ഞാനൊരു തീരുമാനമെടുത്തു കച്ചവടം ചെയ്യാൻ, ഇന്ന കച്ചവടം ചെയ്താൽ മതി. കാരണം ആ കച്ചവടം ഇവിടെയില്ല. ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ പഠിച്ചു, ഇത് ചെലവാകുമെന്ന് അറിഞ്ഞു, ഉടനെ തീരുമാനിച്ചു. അത് ബുദ്ധിയാണ്. അവിടെ അഹങ്കാരമുണ്ട്. ഞാൻ തീരുമാനിച്ച അവിടെ അഹങ്കാരമുണ്ട്. ഇങ്ങനെ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് മനസ്സാണോ, ബുദ്ധിയാണോ, ചിത്തമാണോ, അഹങ്കാരമാണോ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് പ്രത്യേകിച്ച് 4 ഭാഗത്ത് ഇത് ബുദ്ധി, ഇത് മനസ്സ്, അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടൊന്നുമില്ല. ചിന്തകൾക്ക് ആധാരം. നമ്മളുടെ ചിന്തകൾ എങ്ങനെ വരുന്നുവോ അതിനനുസരിച്ച് വിചാര വികാരങ്ങൾ വേണമെങ്കിൽ മനസ്സ് വേണം കേട്ടോ. ഇപ്പൊ ഇന്നലെ ഒരു പ്രഭാഷകൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, കുട്ടികൾക്ക് മനസ്സില്ല. എങ്ങനെയത്? കുട്ടികൾ കരയുന്നില്ലേ? ഉണ്ട്. കരയുന്നില്ലെങ്കിൽ കരയാനുള്ള പ്രേരണ, ഫീലിംഗ് എവിടെ നിന്നുണ്ടാകുന്നു? മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങൾ പിടിച്ചെടുത്ത് ആദ്യം മനസ്സിലേക്കാ കൊടുക്കുക എന്തായാലും. പക്ഷെ കണ്ണ് ഇമ വിട്ടുന്ന സമയം കൊണ്ട് എല്ലാം കഴിഞ്ഞു. സമയമൊന്നുമില്ല അതിന്. ചൂടുള്ള സാധനം തൊടുന്നു, പെട്ടെന്ന് നമ്മൾ കൈ വലിക്കുന്നു അറിയാതെയാണെങ്കിലും. ഇന്ദ്രിയങ്ങൾ അത് ഉടനെ മനസ്സിന് കൊടുത്തു, മനസ്സ് ബുദ്ധിക്ക് കൊടുത്തു, ബുദ്ധി പിൻവലിക്കാൻ കർമ്മേന്ദ്രിയങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. ഇതൊക്കെ ഒരു കണ്ണിമ വെട്ടുന്ന സമയത്ത് കഴിഞ്ഞല്ല. അപ്പൊ മനസ്സില്ലേ? മനസ്സിന്റെ കുട്ടികൾ കരയുന്നുണ്ട്. ഉറുമ്പ് കടിച്ചു കഴിഞ്ഞു. ഉറുമ്പ് കടിച്ചു എന്നുള്ള വിവരം ത്വക്ക് മുഖാന്തരം പിടിച്ചെടുത്ത് മനസ്സിലേക്ക് കൊടുത്തു, മനസ്സ് ബുദ്ധിക്ക് കൊടുത്തു, ബുദ്ധി നിർദ്ദേശം കൊടുത്തു, കരയാൻ കരഞ്ഞു. അപ്പോഴേ അമ്മ ഓടിയെത്തുള്ളൂ. ഇതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു. ഇപ്പൊ മനസ്സില്ലാത്ത ഒരു സാധനവുമില്ല. അങ്ങനെ ആരെങ്കിലും, ഞാനിത് വീണ്ടും ഇന്ന് പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ആ പ്രഭാഷണമൊക്കെ ഇനിയും നിങ്ങൾ വീഡിയോ മൊബൈലിലൂടെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. മനസ്സെല്ലാവർക്കും ഉണ്ട്. ഒരു പല്ലി മേശപ്പുറത്ത് ഒന്ന് കൂട്ടിയത് അപ്പൊ പോകും. പല്ലി പേടിച്ചു, ഭയം വന്നു. ഭയം എവിടെ വന്നു? മനസ്സിൽ വന്നു. പല്ലി പോയി. എന്തിന്? കൊതുവിനെ പോലും നമുക്ക് അടിക്കാൻ പറ്റുന്നില്ല. കൈ ഓങ്ങുമ്പോഴേക്കും അതതിന്റെ പാട്ട്. അപ്പൊ അതിനും അതിൻ്റെതായ മനസ്സുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാമായണ മാസ പ്രഭാഷണമാണെങ്കിലും അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞു എന്നല്ലാതെ തത്വങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. അതാണ് നമുക്ക് ആവശ്യം.
എൻ്റെ ഉദ്ദേശം തെളിവുകൾ സഹിതമാണ് പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിൽ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ലക്ഷ്യമുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ആശ്രമം നന്നാവണം, അതിൻ്റെ പണം കിട്ടണം, പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് നാരദ മഹർഷി ഭാഗവതത്തിന് ആദ്യം പറഞ്ഞത്, ഭക്തിയെ കച്ചവടമാക്കും. കലിയുഗത്തിൽ പേരും പ്രശസ്തിയുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ചിന്തിക്കാതെ ഓരോന്ന് വിളിച്ചു പറയും. അറിവില്ലായിട്ടാണെന്ന് വിശ്വസിച്ചുകൂടാ, അറിവുണ്ടായിരിക്കും, പക്ഷെ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി. വിഷ്ണുവിനെ കുറ്റം പറഞ്ഞ് ശിവനെ പൊക്കിപ്പിടിക്കുക, ശിവനെ കുറ്റം പറഞ്ഞ് വിഷ്ണുവിനെ പൊക്കിപ്പിടിക്കുക. എന്തിന്? എന്തൊരാവശ്യം? ഇതെല്ലാം ഒന്നിന്റെ 3 ഭാവങ്ങളല്ലേ? ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഈ ഭാഗത്ത് നിർത്ത വെള്ളം മാത്രമേ നന്നാവൂ, ആ ഭാഗത്ത് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആകെ ഒരു പാത്രമേ ഉള്ളൂ, അതിൽ വെള്ളമുണ്ട്, കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാ. ഇപ്പൊ ഒരാൾ ഒരു ഭാഗത്ത് മാത്രം വെള്ളം, എന്താ അപ്പുറത്തെ വെള്ളം നന്നല്ല, ശരിയാണോ? അതെങ്ങനെയത്? ഒരു പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം നന്നാവുന്നു, മറ്റു നന്നല്ലാവുന്നു എന്ന് പറഞ്ഞ പോരല്ലേ? വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ശിവനെ കുറ്റം പറയാ, ശിവനെ ആരാധിക്കുന്നവർ വിഷ്ണുവിനെ കുറ്റം പറയാ. പണ്ടത്തെ 6 മതങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നിങ്ങൾ അതാണ് പറയുന്നത്, നിങ്ങൾ ഏത് രൂപത്തിൽ എന്നെ ആരാധിക്കുന്നു? നമശിവായ എന്ന് വിളിക്കുന്നോ വിളിച്ചോ, നാരായണായ നമ വിളിച്ചോ, ഗണപതി എന്ന് വേണോ വിളിച്ചോ, സ്കന്ധായ നമഃ വേണോ ആകാം, ഏത് വേണമെങ്കിലും ആകാം, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ തന്നെയാണ് എല്ലാം, ഞാൻ തന്നെയാണ്, സംശയിക്കണ്ട. ഈ ഭഗവത്ഗീത തത്വം ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെ പറയും? അപ്പൊ വിഡ്ഢിത്തങ്ങൾ ഓരോ പേര് കേട്ട ആൾക്കാരൊക്കെ ആയിരിക്കും. ഞാൻ ആരെയും കുറ്റം പറയല്ല, പക്ഷേ തെറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പണ്ടൊരു ചൊല്ലി പറഞ്ഞ മാതിരി, പിന്നെ അല്ലെങ്കിൽ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളുടെ ജനങ്ങളുടെ അവസ്ഥ. ദുർബലമായ സ്ത്രീ പിന്നെ ഗർഭിണിയാണ്, പിന്നെ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അതേമാതിരിയാണ് നമ്മുടെ സമൂഹം. അല്ലെങ്കിൽ ഒന്നും അറിയില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വേണ്ടാത്തതും കൂടിയും അതും പേരും പ്രശസ്തിയുള്ള ആൾക്കാർ പറഞ്ഞാലോ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അത് തിരുത്താണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ ഇങ്ങനെ വിശ്വസിക്കരുത്. രാമൻ മാംസം ഭക്ഷിച്ചു എന്ന് ആര് പറഞ്ഞാലും തള്ളിക്കളയണം. ഭീഷ്മര് പറഞ്ഞ മാതിരി തെറ്റ് ചെയ്താൽ ആചാര്യനാണെങ്കിലും ശാസിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എങ്ങനെ? അഹിംസാ പരമോ ധർമ്മസ്തഥാ അഹിംസാ പരന്തപ. അഹിംസ പരമമായ ധർമ്മമല്ലേ? രാമൻ ഇതിന് വേണ്ടിയിട്ടാണ് വന്ന് ധർമ്മ സംസ്ഥാപനാർത്ഥായ. പിന്നെ ധർമ്മം സ്ഥാപിക്കുമ്പോൾ അധർമ്മം ചെയ്തുകൊണ്ടാണോ ധർമ്മത്തെ സ്ഥാപിക്കേണ്ടത്? അല്ല. പിന്നെ ബല അതിബല എന്നുള്ള മന്ത്രമില്ലേ? പിന്നെ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ തിരിച്ച് ചോദിക്കണം ഇവരോട്, അങ്ങനെ പറയുന്നവരോട് ധൈര്യപൂർവം. അയാൾ വലിയ ആളാണല്ലോ ചോദിക്കുക, അതൊന്നും കരുതരുത്. ചോദ്യം ചെയ്തേ പറ്റൂ. നമുക്കറിവാണ് ആവശ്യം. ആരായാലും ആര് പറഞ്ഞു എന്നല്ല, എന്താണ് വിഷയം, പിന്നെയുള്ള ആര് പറഞ്ഞു എന്നുള്ളത്. ആര് പറഞ്ഞാലും വേണ്ട, സബ്ജക്റ്റ് എന്താണ്, വിഷയം എന്താണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിഷയം നല്ലതാണെങ്കിൽ ഏത് കുട്ടി പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കണം. ഞാൻ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, പരീക്ഷ എഴുതാൻ വന്ന കുട്ടിയുടെ മനസ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സ്വീകരിച്ചു, കാരണം അവൻ്റെ മാനസികമായ അവസ്ഥയെ ഞാൻ സ്വീകരിച്ചു. വളരെ കൊച്ചുകുട്ടിയാണ്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ, സ്വീകരിച്ചു. പക്ഷേ എത്ര വൃദ്ധനാണെങ്കിലും വേണ്ടാത്ത പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ 2 ദിവസം കുറെ കാര്യങ്ങൾ പറയാൻ സാധിച്ചു. എനിക്ക് യോഗമുണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ധ്യാനനിരതം ചന്ദ്രകലാധരം പാർവതീരമണം മഹേശ്വരം സംഹാരരൂപം ത്രിനയനേശ്വരം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ.